ഇന്നിപ്പോ അവിടെ എത്ര മണിയായി? അമേരിക്കയിൽ എത്ര മണിയായി? ഇവിടെ ഇപ്പോ 10:30 ആയിക്കണം. ഓക്കെ. ഇവിടെ 9 മണി, രാത്രി 9 മണി. എനിക്ക് തോന്നുന്നു ശിവച്ച ബിസി ആരും തോന്നുന്നല്ലേ? ഇവിടെ ഇപ്പം സമ്മർ വെക്കേഷൻ എന്നാലും ബിസിയാണ്. ഓക്കെ. മാമോയിസയുടെ പാട്ടാ കേട്ടോണ്ട് എത്ര ബ്യൂട്ടിഫുൾ അല്ലേ? ഓക്കെ. അത് ഓർത്തഡോക്സ് സിറിയൻ ഓർത്തഡോക്സ് സോങ്ങുകളാ. ഓക്കെ. എന്താണ് അതിന്റെ മീനിങ്? അല്ല, അത് പറുദീസായിൽ ആദാം രുചി നോക്കാത്ത ഫലം, അത് ഓരോ സ്റ്റെപ്പാണ്. അതായത് കുഞ്ഞിനെ മാമോയിസ കൊടുക്കുമ്പോ പിന്നെ തൈലം പൂശുമ്പോ ഉള്ള പാട്ടാ കുറച്ചു മുമ്പേ കേട്ടെ. പിന്നെ അവസാനം ഈ വിശുദ്ധ കുർബാന കുഞ്ഞിന് കൊടുക്കും മാമോയിസയുടെ അന്ന് തന്നെ. ഈ കാത്തലിക് ചർച്ചിൽ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഈ ആദ്യ കുർബാന സ്വീകരണം 12 വയസ്സ് വരെ വെയിറ്റ് ചെയ്യത്തില്ല. മാമോയിസ കഴിഞ്ഞ ഉടനെ കൊടുക്കും. അപ്പൊ പാടുന്ന പാട്ടാണ് പറുദീസയിൽ ആദാം രുചി നോക്കാത്ത ഫലം സാമോദം വെക്കുന്നു നിൻ വായിൽ. അങ്ങനെ ഒരു പാട്ട്. അതെ, ഭയങ്കര മീനിങ് ഫുൾ പാട്ടാ അത്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം, ഒന്ന് കേൾക്കാം. നമുക്കിപ്പോ 350 പേര് ലൈവിലുണ്ട്. എല്ലാരെയും വന്ദനം ചെയ്യുന്നു. ഷിബിഷാനെ എനിക്ക് തോന്നുന്നു സജിത് ജോസഫ് ഒഫീഷ്യൽ പേജിലൂടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഷിബിഷാനെ പരിചയമുള്ളവരും ഷിബിഷാന്റെ വീഡിയോസ് കാണുന്നവരുമാണ്. ഷിബിഷാന് ഞാനുമായിട്ട് ദീർഘവർഷങ്ങളിലെ ഒരു വലിയ സൗഹൃദമാണുള്ളത്. ഇന്ന് പിന്നെ ഇങ്ങനെ ലൈവിൽ വരാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് വിശേഷിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു 1 hour ലൈവിൽ തുടരണമെന്നാണ്. ഇപ്പൊ 1 hourനകത്ത് മെയിൻലി കവർ ചെയ്യുന്നത് അടിസ്ഥാന 7 കൂദാശകൾ, അല്ലെങ്കിൽ അടിസ്ഥാന അല്ല 7 കൂദാശകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കൂദാശയാകുന്ന മാമോദീസ സംബന്ധമായിട്ടുള്ള വിശദീകരണം. അതെ അതെ അതെ. ഞങ്ങൾ വിചാരിക്കുന്ന 7 എണ്ണം ഇതുപോലെ ലൈവിൽ സംസാരിക്കണമെന്നാണ്. കാരണം ഒരുപാട് പേര് ഞങ്ങളോട് 2 പേരോടും പല സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന്. സോ 7 എണ്ണത്തിൽ ഇന്നൊരു ഫസ്റ്റ് തുടക്കമായിട്ട് അല്ലേ? മാമോദിസയാണ്. ഓക്കെ. അപ്പം ശരിക്കും നമ്മള് ജീസസിന്റെ ആ ഒരു സ്നാനം മുതലുള്ള ഒരു വിശദീകരണമാണ് അതിൻ്റെ അകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് 2 രീതി ആളുകളുടെ കമന്റ്സ് കൂടെ നോക്കി നമുക്ക് പ്രതികരിക്കാം. കാരണം സ്നാനത്തെ പറ്റി അല്ലെ മാമോദിസയെ പറ്റി ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഷിബിച്ചാനോട് പറയുമ്പം അറിയാലോ, ഇപ്പം നമ്മൾ 2 പേരും ഈ ഷിബിച്ചാൻ ഇപ്പൊ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന്, ഞാനിപ്പം കാത്തലിക് പശ്ചാത്തലത്തിൽ നിന്ന്, നമ്മൾ 2 പേരും പ്രൊട്ടസ്റ്റന്റ് ജേണിയിലായിരുന്നു കുറെ നാളുകൾ. ഓക്കെ, ഞാനും ഈ പറഞ്ഞ പോലെ പ്രൊട്ടസ്റ്റന്റ് ജേണിയിലായിരുന്നു. അപ്പം ആ ഒരു യാത്രയില് എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങള് ഒറിജിനൽ ടീച്ചിങ്ങിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അതിപ്പോ ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അത് പ്രയോജനമായി തീരും. മെയിനായിട്ട് ഞാൻ സെമിനാരി പഠിപ്പിച്ചപ്പോഴോ ഒന്നും കേട്ടിട്ടില്ലാത്ത അല്ലെ പഠിപ്പിച്ചിട്ടില്ലാത്ത, എന്നാൽ ഈ മെയിൻ ലൈൻ ചർച്ചകൾ വളരെ കീപ്പപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാപമോചനത്തിനായുള്ള മാമോദിസ എന്ന് പറയുന്ന ആ ഒരു ഡോക്ടർ. അത് ഈ നമ്മൾ പഠിക്കുമ്പം ലോകത്തുള്ള എല്ലാ മതങ്ങളിലും സ്നാനമുണ്ട്. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ അവിടെ തൊട്ട് തുടങ്ങണം. കാരണം ഹിന്ദു മതത്തിൽ ഭയങ്കര പ്രാധാന്യമാണ് സ്നാനത്തിന്. യഹൂദ മതത്തിൽ സ്നാനമുണ്ട്. അങ്ങനെ നമ്മൾ ലോക മതങ്ങളെല്ലാം നോക്കുമ്പോൾ സ്നാനമുള്ള എല്ലാ മതത്തിലും ഉണ്ട്.
യഹൂദ മതത്തിൽ എനിക്ക് തോന്നുന്നു ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള സ്നാനം എന്ന് പറയുന്ന ഒരു രീതി ഒരുപാട് തന്നെയാണ്. സ്നാനം ഉണ്ടല്ലോ. കാരണം വിവിധ സ്നാനങ്ങൾ, ക്ഷാളനം, അതെ അതെ. ഒത്തിരി കഴുകലുകൾ, പലതരം കഴുകലുകൾ, എബ്രായർ പറയുമ്പോ വിവിധ സ്നാനങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് തരത്തില്ല. അപ്പം ഈ ലോകമതങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ വെള്ളത്തിലുള്ള സ്നാനം. ഇപ്പൊ പമ്പാ സ്നാനം പരമപവിത്രം ഞങ്ങൾ ചെയ്യുന്നു ശബരിമലയ്ക്ക് പോകുമ്പോ. പിന്നെ ആലുവ മണപ്പുറത്തൊരു സ്നാനമുണ്ട് ഹൈന്ദവർക്ക്, ഗംഗാ സ്നാനം. അപ്പൊ ഈ സ്നാനം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ കേവലം ഒരു സ്നാനം മതിയോ? അപ്പൊ ആ യഥാർത്ഥ ക്രിസ്തീയ സ്നാനത്തിന്റെ അർത്ഥം എന്താണ് നമ്മൾ റീഡിസ്കവർ ചെയ്യണം. അതെ 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 അവിടെ അവിടെ എന്നാ മാത്രമേ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. അതെ അതെ, അല്ല പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി കുളിച്ചാൽ പോലെ. അതെ അതെ അതെ. അതുകൊണ്ട് അപ്പൊ അത് റീഡിസ്കവർ ചെയ്യാന്നുള്ളതാണ് നമുക്ക് സ്നാനത്തെ പറ്റി പഠിക്കുമ്പോൾ ചെയ്യാനുള്ളത്. സ്നാനത്തിന്റെ ഇമ്പോർട്ടൻസ് ഇതിനകത്ത് ഏറ്റവും ഈ കേരളത്തിലെ പെന്തക്കോസ്തുകാര് ചെയ്യുന്ന ഒരു കാര്യം, എന്നെ ഏറ്റവും ഇപ്പൊ ഞാൻ മാറി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം, ഈ നമ്മുടെ ഫേസ്ബുക്ക് ചർച്ചകളിൽ പെന്തക്കോസ്തുകാരും ബൈബിൾ കോളേജ് പഠിച്ചവരും എല്ലാം എഴുതുന്ന സ്നാനം രക്ഷയ്ക്ക് ആവശ്യമല്ല. ഇവര് തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പെന്തക്കോസ്റ്റിൽ പിടിച്ചത് നിങ്ങൾ സ്നാനപ്പെട്ടോ എന്ന ചോദ്യം കൊണ്ട്. അപ്പൊ ആ ഒരു കുറ്റബോധ, ഗിൽറ്റ് കോൺഷ്യസ്, നിങ്ങളുടെ സ്നാനം ശരിയല്ല, നിങ്ങൾ ശിശുവായിരുന്നപ്പോഴാണ് സ്നാനപ്പെട്ടത്, മുതിർന്നു കഴിഞ്ഞ് ഏറ്റു പറഞ്ഞ് സ്നാനപ്പെടണം എന്ന് പറഞ്ഞാണ് ആളുകളെ പെന്തക്കോസ്റ്റിൽ കൊണ്ടുവരുന്നത്. പക്ഷേ റോമൻ മർക്കോസ് 16 ആ ഒരു വാക്യം, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ ആ ഒരു വാക്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ അങ്ങ് വിശ്വസിച്ചിട്ട് സ്നാനപ്പെടാൻ പാടുള്ളൂ എന്നുള്ള ഒരു. അപ്പൊ ആ വാക്യം നമ്മൾ ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുന്നുള്ളൂ ഉണ്ട്. അതെ അതെ അതെ. അപ്പൊ ആ അടയാളങ്ങൾ നടക്കാത്ത ഒരു ശിക്ഷാവിധിയിലാവും. അത് കറക്റ്റ് ആണ്. മാത്രമല്ല റോമൻ 16 നമ്മൾ ആ ടെക്സ്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാലോ, ആ ടെക്സ്റ്റ് മുമ്പുണ്ടായിരുന്ന സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കപ്പെട്ടതാണല്ലോ. വേഴ്സ് 9 മുതൽ റോമർ 16:9 മുതൽ ആ വാക്യങ്ങൾ ബ്രാക്കറ്റിലാണ്. സോറി, മർക്കോസ് 16:9 മുതൽ ആ വാക്യങ്ങൾ 20-ാം വാക്യം വരെ അത് ബ്രാക്കറ്റിലാണ് വരുന്നത്. മറ്റ് സമാന്തര സുവിശേഷങ്ങളോട് ചേർന്ന് വന്ന എൻഡിങ് പിന്നത്തേതിൽ അതിന് കണ്ടെത്തി എന്നുള്ളതാണല്ലോ അതിന്റെ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ആ ടെക്സ്റ്റ് അതേ ടെക്സ്റ്റായിട്ട് എടുത്താൽ രണ്ട് പ്രശ്നമുണ്ട്. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാക്കപ്പെടും. അപ്പൊ ശിശുക്കൾ വിശ്വസിക്കാത്തവരാണെന്ന് ഇവർ പറയുമ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങളെല്ലാം ശിക്ഷാവിധിയിലാന്ന് ഇവർ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ പ്രോബ്ലം അതാണ്. അപ്പൊ ഇവരുടെ പിള്ളേരെല്ലാം നരകത്തിന്റെ തീക്കൊള്ളികളാണ്. അപ്പൊ ഈ അല്ല, മാതാപിതാക്കളുടെ വിശ്വാസത്താൽ മക്കൾ വിശുദ്ധരാകും എന്നാണല്ലോ ബൈബിൾ പറയുന്നത്. അത് ഇവര് വിശ്വസിക്കുന്നില്ലല്ലോ. ഇവര് പറയുന്നത് ഓരോരുത്തരും പേഴ്സണലി വിശ്വസിക്കണമെന്ന്. പേഴ്സണലി വിശ്വസിക്കണം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 7:14 അല്ലെ? അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും, ഇപ്പോഴും അവർ വിശുദ്ധരാകും. അപ്പം മാതാപിതാക്കളുടെ വിശ്വാസത്താൽ മക്കൾ വിശുദ്ധരാകുന്നു എന്നുള്ള ഒരു വലിയ മാർമികമായ വചനത്തിന്റെ സത്യം ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല അല്ലെ? ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അല്ല, മാത്രമല്ല ഈ നമ്മളിപ്പോ ചർച്ച് ഹിസ്റ്ററി പഠിച്ചാലും ഇപ്പൊ 1800 വർഷം ചൈൽഡ് ബാപ്റ്റിസം സംബന്ധിച്ച് ചർച്ച് ഹിസ്റ്ററിയിൽ എവിടെ ഒരു ഡിബേറ്റ് പോലും നടന്നിട്ടില്ല. ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ ഈ ശിശുസ്നാനം എന്നുള്ളതിന് വളരെ ആധികാരികമായിട്ട് ഇപ്പൊ തെർത്തുല്യനാണേലും ഓർഗൺ ആണേലും എല്ലാം എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ട്രഡിഷൻ എന്നാണ്. അതായത് AD 150 എഴുതിയിരിക്കുന്ന എഴുത്തിനകത്ത് ശിശുസ്നാനം ഒരു ട്രഡിഷനാണ് എഴുതണമെങ്കിൽ 150 മുമ്പ് തൊട്ടല്ലോ. ഡെഫിനറ്റ്ലി. മാത്രമല്ല നമ്മളിപ്പം നിക്കിയ സുനോദോസിലും ഇപ്പം 3rd സെഞ്ചുറി വന്നപ്പോഴും 4th സെഞ്ചുറി വന്നപ്പോഴും ഒന്നും ഇത് സംബന്ധിച്ച് ഒരു ഡിബേറ്റും ചർച്ച ഹിസ്റ്ററിയിൽ ഉടനീളം നടന്നിട്ടില്ല. ഈവൻ മാർട്ടിൻ ലൂതർ പോലും. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഈ ശിശു സ്നാനം എന്നുള്ള ടേം തന്നെ ഇല്ല, സ്നാനമേ ഉള്ളൂ. മാമോദിസ. അതെ, അതിനകത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓർത്തഡോക്സിൽ നിന്നൊരു സഹോദരൻ ഒരു വീഡിയോ ഇറക്കി. അതിനകത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ശിശു സ്നാനം എന്ന ആ വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. അത് പ്രൊട്ടസ്റ്റന്റുകാർ അടിച്ചേൽപ്പിച്ച വാക്ക്. ആ വാക്ക് കത്തോലിക്കരോ ഓർത്തഡോക്സുകാരോ ഉപയോഗിക്കരുത്. കാരണം അങ്ങനെ ഒരു വാക്കില്ല. മാമോദിസ
മാമോദിസ അതെ, എന്ന അതെ. വാക്കാണ്, സ്നാനം എന്നേ ഉള്ളൂ. അത് ആർക്ക് വേണമെങ്കിലും ആകാം. അല്ല, ബൈബിളിൽ തന്നെ ഇപ്പം യോഹന്നാന്റെ സ്നാനമുണ്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനമുണ്ട്, യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം അത് കഴിഞ്ഞുണ്ട്, വെള്ളത്താലുള്ള സ്നാനമുണ്ട്, അഗ്നിയാലുള്ള സ്നാനമുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനമുണ്ട്, പിന്നെ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമുണ്ട്, തീ കൊണ്ടുള്ള സ്നാനമുണ്ട്. ബൈബിളിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 8 ബാപ്റ്റിസത്തോളം വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരിടത്ത് പോലും അഡൽട്ട് ഓർ ചൈൽഡ് എന്നുള്ള സ്പെസിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. ബാപ്റ്റിസമേ ഉള്ളൂ. അതെ അതെ, ബാപ്റ്റിസം എന്നേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പം എനിക്ക് മനസ്സിലായത് ഈ മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന് വേണ്ടി എഴുന്നേറ്റിട്ട് പോലും അദ്ദേഹം ചൈൽഡ് ബാപ്റ്റിസത്തിന് എതിരല്ലായിരുന്നു. കാരണം ഇന്നും ലൂതറൻ ചർച്ചുകളിൽ ചൈൽഡ് ബാപ്റ്റിസം ഉണ്ടല്ലോ. ഉണ്ട്. ലൂതറൻ ചർച്ചുകളിൽ ചൈൽഡ് ബാപ്റ്റിസം ഉള്ളത്. അതുപോലെ കറക്റ്റ്. ഞാൻ നോക്കിയപ്പോ നമ്മുടെ ജോൺ നെൽസൺ ഡാർബിയുടെ ആ ഒരു പീരീഡിലാണ് ഈ ചൈൽഡ് ബാപ്റ്റിസം റോങ് ആണ്. ഇംഗ്ലണ്ടിലെ താമസ്മരത്തിൽ വെച്ച് പുള്ളിക്കാരന്റെ ആ ഒരു ടൈമിലാണ് ചൈൽഡ് ബാപ്റ്റിസം തെറ്റാണെന്നുള്ള ഒരു വിഷയം വരുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലേ? അതെ. അതിനകത്ത് ഈ സ്നാനത്തെ സംബന്ധിച്ച് പറഞ്ഞാല് നമ്മുടെ കവനന്റുകളെ പറ്റി പഠിക്കണം. ദൈവം പല കവനന്റ് മനുഷ്യനുമായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ കവനന്റും കുട്ടികൾ ഉൾപ്പെടെയാ വെച്ചിരിക്കുന്നത്. അഡൽസൊള്ളി ചർച്ച അല്ലെന്ന് പറഞ്ഞ അല്ല, അഡൽസൊള്ളി ചർച്ച അല്ല. കുഞ്ഞുങ്ങളില്ലാതെ ഒരു കവനന്റും ദൈവം മനുഷ്യനോട് വെച്ചിട്ടില്ല. എല്ലാ ഉടമ്പടിക്കകത്തും കുഞ്ഞുങ്ങളുണ്ട്. ആദ്യത്തെ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഹൈക ഉടമ്പടിയാ. നോഹൈക ഉടമ്പടിയുടെ അടയാളം മഴവില്ല. അത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം വരുന്ന ഒരു സാധനം വെച്ചിരിക്കും. കുട്ടികളുടെ പുസ്തകത്തിൽ ഇപ്പോഴും മഴവില്ല വെക്കുന്നത്. അപ്പം ഇതിന് രണ്ടാമത് വരുന്നത് അബ്രഹാമിക് ഉടമ്പടിയാ. അവിടെ നീ നിന്റെ സന്തതിയുണ്ട്. അല്ല, അത് പരിച്ഛേദന 8ാം ദിവസം ഏറ്റോളാ പറഞ്ഞു. അതെ. പിന്നെ വരുന്നത് അല്ല, മാത്രമല്ല പരിച്ഛേദനയായിട്ട് ബാപ്റ്റിസത്തെ കൊളോസിൻസിൽ കമ്പയർ ചെയ്ത് നല്ലതായിട്ട് വിശദീകരിക്കുന്നുണ്ടല്ലോ പൗലോസ് ലീഗ. യെസ്, അതല്ലേ ഇതെല്ലാമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ ഉടമ്പടി നോഹൈക ഉടമ്പടി. ഈ നോഹയുടെ ഇതുമായിട്ട് 1 പത്രോസ് 3-ാം അധ്യായത്തിൽ സ്നാനത്തെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെ. രണ്ടാമത്തേത് അബ്രഹാമിന്റെ ഉടമ്പടി, അത് പരിച്ഛേദനയാണ്. അതിനെ കൊലാസിലേനത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ 3ാമത്തെ ഉടമ്പടി മോശയുടെ ഉടമ്പടി. അതെ. അതിനകത്ത് പെസഹയാണ് ഉടമ്പടിയുടെ ഭക്ഷണം, കവനൻ മീല്. അതെ. പെസഹ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അല്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഈ കർത്തൃമേശയിൽ ഈ പെന്തക്കോസ്തുകാർ കാണിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ല. അവര് 2 തരം പൗരന്മാരെ സഭയ്ക്കകത്ത് ഉണ്ടാക്കുക. അത് കർത്താവിന്റെ ശരീരത്തെ മുറിക്കുക. അതെ. അല്ല, എല്ലാ ഉടമ്പടിക്കകത്തും ഇപ്പം ആക്സിൽ പറയുന്നുണ്ടല്ലോ, പത്രോസ്ലീഹ പ്രസംഗിക്കും പറയുന്നുണ്ടല്ലോ, വാഗ്ദാനം സന്തതികൾക്കും അല്ലെ? വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. മക്കൾക്കെന്നുള്ളതിന് ഗ്രീക്കിൽ ടെക്നോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ. ഞാൻ നോക്കിയായിരുന്നു, ആ ടെക്സ്റ്റ് നോക്കിയായിരുന്നു. അപ്പൊ അവിടെ അങ്ങനെ ടെക്നോസ് എന്ന് പറഞ്ഞാൽ ശിശുക്കൾ എന്നർത്ഥം. അതെ. പ്രായപൂർത്തിയായ മക്കൾ എന്നല്ല, കുഞ്ഞു. അല്ല, ദൈവിക ഉടമ്പടിക്കകത്ത് ആദ്യം മുതലേ ഈ കുഞ്ഞുങ്ങളുണ്ടെന്നേ, കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടിയില്ല. മാത്രമല്ല ഇന്നും സഭകളില് ഇപ്പം മുതിർന്ന സ്നാനം ഉണ്ടല്ലോ സഭകളിൽ. അതാണ് ഇപ്പം സുവിശേഷം റീച്ച് ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ മുതിർന്ന സ്നാനം ഇന്നും സഭ കൊടുക്കുന്നുണ്ടല്ലോ. ആദ്യം സഭകളിൽ ഇത് വരുമ്പോ ഈ കത്തോലിക്കരുടെ മതബോധന ഗ്രന്ഥത്തില് 319-ാമത്തെ പേജില് മുതിർന്നവർക്ക് കൂടിയുള്ള മാനസാന്തരം എന്ന് പറയുന്ന ഒരു 3ാമത്തെ ഖണ്ഡികയുണ്ട്. അവിടെ ക്ലിയർ ആയിട്ട് ആ വിഷയം പറയുന്നുണ്ട്. സഭയുടെ ആരംഭം മുതൽ സുവിശേഷത്തിന്റെ പ്രഘോഷണം പുതുതായി നടക്കുന്ന ഇടത്ത് മുതിർന്നവർക്ക് വേണ്ടിയുള്ള മാമോദീസയാണ് ഏറ്റവും പതിവായിട്ടുള്ളത്. അതുകൊണ്ട് മാമോദീസയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പ്രത്യേകമായിട്ട് ആ സ്ഥലങ്ങളിൽ അവർക്കുണ്ട്. ക്രൈസ്തവ വിശ്വാസങ്ങളുടെയും ക്രൈസ്തവ ജീവിതത്തിലേക്കുമുള്ള ഈ പ്രവേശന കർമ്മം മാമോദീസയുടെയും സൈർലേപനത്തിന്റെയും ദിവ്യകാരുണ്യത്തിലൂടെയും ദൈവത്തിന്റെ ദാനം സ്വീകരിക്കൽ സ്ഥാനാർത്ഥി ആഭിമുഖ്യത്തിൽ ഉണ്ടാകണം. അപ്പൊ ഇത് ഞാനിന്ന് രാവിലെ വായിക്കുകയായിരുന്നു, ഈ കത്തോലിക്കരുടെ മതബോധന ഗ്രന്ഥം, പേജ് നമ്പർ 319, 2ാമത്തെ ഖണ്ഡിക. അപ്പം പുതുതായിട്ട് സുവിശേഷം റീച്ച് ചെയ്യുന്ന സ്ഥലങ്ങളില് ജാതികളായിട്ട് കർത്താവിലേക്ക് വരുന്നവരും മുതിർന്നവരെ തന്നെയാണ് സ്നാനം കഴിപ്പിക്കാറ്. എന്നാൽ 2ാം തലമുറയും വരുമ്പം 2ാം തലമുറയിൽ കവനന്റിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ടാണ്
കുഞ്ഞുങ്ങൾക്ക് ആ മാതാപിതാക്കളുടെ വിശ്വാസത്താൽ മക്കൾ വിശുദ്ധരായിരിക്കുന്നു എന്ന ഉറപ്പിലാണ് കുഞ്ഞുങ്ങളെ ആ മാമോദിസയിൽ പങ്കാളിയാക്കുന്നത്. അതെ, ഇപ്പം ഞാനിപ്പം ഐറീനിയസ് AD 189 എഴുതിയിരിക്കുന്ന ഇതുണ്ട്, ഐറീനിയസിന്റെ സഭാപിതാവ്. AD 189, അതായത് AD 200. അത് എഴുതിയിരിക്കുന്നത് he came to save all through himself. All, I say, who through him are reborn in God, infants and children and youths and old men. AD 189. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, therefore he passed through every age, becoming an infant for infants, sanctifying infants. അതായത് യേശു ശിശുവിനെ ഇവരുടെ ഉപദേശം ശരിയാണെങ്കിൽ യേശു പൂർണ്ണ മനുഷ്യനായിട്ട് വെളിപ്പെടണമായിരുന്നു. ഒരു മരത്തെ പക്ഷെ അവനൊരു ശിശു. അപ്പൊ ഒരു ശിശുവായിട്ട് ജനിച്ചത് ഐറീനിയസിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം പറയാണ്, therefore he passed through every age, becoming an infant for infants, sanctifying infants, a child for children, sanctifying those who are age of that age. He became a young man. മനസ്സിലായോ? ഐറീനിയസിന്റെ വേർഡിങ്സ് ഭയങ്കരമാണ്. ഐറീനിയസിന്റെ നല്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എല്ലാ പ്രായത്തിലുള്ള. പിന്നെ ഹിപ്പോലൈറ്റസ് എന്ന് പറഞ്ഞ സഭാപിതാവ് AD 215 എഴുതിയിരിക്കുന്നത്, ബാപ്റ്റൈസ് ഫസ്റ്റ് ദ ചിൽഡ്രൻ ആൻഡ് ഇഫ് ദേ ക്യാൻ സ്പീക്ക് ഫോർ ദംസെൽവ്സ് ലെറ്റ് ദം ഡു സോ, അതർവൈസ് ലെറ്റ് ദെയർ പേരന്റ്സ് ഓർ അതർ റിലേറ്റീവ്സ് സ്പീക്ക് ഫോർ ദം. എനിക്ക് തോന്നുന്നു ഈ ജോൺ നെൽസൺ ഡാർബിയുടെ ടൈമിന് മുമ്പ് ഇത്രയും എനിക്ക് തോന്നുന്നില്ല മെയിൻലൈൻ ചർച്ചസിനെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഡോക്ട്രിൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന്. അല്ല, ഈ ഹിപ്പോലൈറ്റസ് ഇത് എവിടെ എഴുതിയിരിക്കുന്ന അറിയോ? അപ്പോസ്തോലിക് ട്രേഡിഷൻ എന്ന ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത്. AD 215 പരിശുദ്ധ പിതാവ് അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം എന്താണെന്ന് എഴുതുകയാണ്. അപ്പൊ അപ്പോസ്തലന്മാർ ചെയ്തിരുന്ന ആദ്യ ശിശുക്കളെയാണെന്ന് മുക്കിയിരുന്നത്. അല്ല, ഇതിനകത്തുള്ള വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, അതിപ്പം ശിവശാനാണെങ്കിലും ഞാനാണെങ്കിലും നമുക്കറിയാലോ, ഈ 3-ാം നൂറ്റാണ്ട് വരെ സഭ നന്നായിട്ട് പോയി. 3-ാം നൂറ്റാണ്ട് വന്നപ്പം സഭ വലിയ പിന്മാറ്റത്തിലേക്ക് പോയി. സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി, റോമാമതമായിട്ട് പങ്കുചേർന്നു. അങ്ങനെ റോമൻ ആചാരങ്ങൾ മുഴുവൻ ഇതിൻ്റെ അകത്ത് കയറി എന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് കൊടുത്തിരിക്കുന്നത് ഹൃദയങ്ങളിൽ. പക്ഷെ നമുക്ക് സഭാചരിത്രം പഠിക്കുമ്പം ആ ഒരു സഭ അന്നു മുതൽ ഇന്ന് വരെ ജൈത്രയാത്ര നടത്തുന്നുണ്ട്. വിജയശ്രീ ലാളിതയായിട്ട് ജൈത്രയാത്ര നടത്തുന്നുണ്ട്. വിക്ടോറിയസ് ചർച്ചായിട്ട് തന്നെ ജൈത്രയാത്ര നടത്തുന്നുണ്ട്. പക്ഷെ അവിടെയാണ് നമ്മളെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് കളഞ്ഞത്. അങ്ങനെ ഒരു സഭയില്ല, ഇത് കംപ്ലീറ്റ് വഴിതെളിച്ചു പോയി. പിന്നെ ബൈബിൾ ഉണ്ടാക്കാൻ ആ സഭ പിന്നെ വേണ്ടി വന്നു. ആ സഭ ഇല്ലായിരുന്നു, ബൈബിൾ ഉണ്ടാകത്തില്ലായിരുന്നു. ആ സഭയായിരുന്നു ക്രിസ്ത്യാനിറ്റിയുടെ അഡ്രസ്സ്. അപ്പൊ അവിടെയെല്ലാം സഭയെ നമ്മൾ ആവശ്യമായിട്ട്, കാരണം പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റുകൾ ഈ പറഞ്ഞ ഒരു കാരണങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം ബൈബിളിന്റെ കൊനേഷൻ ആണെങ്കിലും ബൈബിൾ എഴുതുന്ന കാര്യങ്ങളാണെങ്കിലും അതെല്ലാം ട്രഡീഷണൽ ചർച്ചസിനെ ബേസ് ചെയ്തുള്ള ബിലീഫ്സും അവരുടെ കുത്തക തന്നെയാണ്. അപ്പം അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഈ ജോൺ നെൽസൺ ഡാർബി എന്ന് പറയുന്ന ആളുടെ കാലത്താണ് ഈ പറയുന്ന മിക്ക ദുരുപദേശങ്ങളുടെയും ഉടലെടുക്കൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ബുക്ക് ഓഫ് റെവലേഷന്റെ ഡിസ്പെൻസേഷണലിസവും ഒക്കെ പഠിക്കുമ്പോഴും അവിടെയും നമുക്ക് ഈ ജോൺ നെൽസൺ ഡാർബിയുടെ കാലഘട്ടത്തിലാണ് ഈ ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്ന ഫ്യൂച്ചറിസം ഡെവലപ്പ് ആയി വരുന്നത്. ഈ ചർച്ച് ഹിസ്റ്ററിയിൽ ജോൺ നെൽസൺ ഡാർബിയുടെ ഇൻഫ്ലുവൻസ് കാര്യമായിട്ട് ഈ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷനോട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം DL മൂഡിയുടെ അടുക്കലാണെങ്കിലും, മൂഡി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും, വില്യം കേറിയുടെ അടുക്കലാണെങ്കിലും, CH സ്പർജന്റെ അടുക്കലാണെങ്കിലും, ജോൺ കാൽവിന്റെ അതിനുശേഷമുള്ള ജോൺ വൈക്ലിഫിന്റെ അടുക്കലാണെങ്കിലും. അതിന്റെ കാരണം ഈ സ്കോഫീൽഡ് സ്റ്റഡി ബൈബിൾ, സ്കോഫീൽഡ്, ഞാനത് അതിലേക്ക് സ്കോഫീൽഡ് സ്റ്റഡി ബൈബിളിൽ ഈ ഡാർബിയുടെ ഉപദേശം വെച്ച്, അപ്പൊ അന്ന് ഈ സ്റ്റഡി ബൈബിൾ വളരെ പോപ്പുലറായി. അതെ. അപ്പൊ അങ്ങനെ ആ സ്റ്റഡി ബൈബിളിന്റെ കെയർ ഓഫ് ലൈറ്റ് അങ്ങ് സ്പ്രെഡ് ആയത്. അപ്പൊ അതിനെന്തോ എന്തൊരു അബദ്ധപഞ്ചാംഗമാണ് ശരിക്കും. മാർഗ്രറ്റ് മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന യൂറോപ്പിലുള്ള ഒരു പെൺകുട്ടി കണ്ട സ്വപ്നമാണ് ഫ്യൂച്ചറിസം എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ ഇപ്പോഴത്തെ വ്യാഖ്യാനം. ഇതിന്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ചെന്ന് നിൽക്കുമ്പം അവളുടെ ഇല്ല ചെന്ന് നിൽക്കുന്നത്. മാർഗ്രറ്റ് മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന പെൺകുട്ടി കണ്ട സ്വപ്നത്തിന് തിയോളജിക്കൽ ഫ്രെയിം ഉണ്ടാക്കി ഈ ജോൺ നെൽസൺ ഡാർബി ഉണ്ടാക്കി കൊടുത്ത വാദമാണ് ഫ്യൂച്ചറിസം. അതാണ് ഇപ്പം ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ആൾക്കാരെ വെളിപ്പാട് പുസ്തകം പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്തിന്റെ പുറകിലോട്ട് പോയാൽ
അവിടെ ഒരു ആഗ്നസ് ഓസ്മാൻ ഉണ്ട്. ബ്രദർഗാർഡ് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മാർഗരറ്റ് മാക്ഡൊണാൾഡ് ഉണ്ട്. അതെ അതെ അതെ, രണ്ട് സ്ത്രീകൾ. അതെ, യൂറോപ്പിനെ ബേസ് ചെയ്ത് അത് മെയിൻ ആയിട്ട് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അതെ, അതങ്ങനെയാ. വെസ്റ്റേൺ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു അല്ലെ ആദ്യം. അത് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആണ്. അതിന് വേറൊരു വലിയ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. ഈ സായിപ്പന്മാർക്ക് വേദന സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ പോലും അതിന് മുമ്പ് വേദന എടുക്കാതിരിക്കാൻ വേറൊരു ഇഞ്ചക്ഷൻ കൊടുക്കും. എന്നാൽ ഞാൻ തമാശയായിട്ട് പറഞ്ഞു, എന്താ അത്രയ്ക്ക് പേടിയാണ് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോലും. അപ്പം എന്റെ പിള്ളേരുമായിട്ട് ഞാൻ ഇവിടെ ഈ ക്ലിനിക്കിലൊക്കെ ചെല്ലുമ്പോൾ അവര് കരയാതിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഈ മറ്റേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ തമാശ പറയല്ല, വെള്ളക്കാര് വലിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവര് കാറും സൂചി എടുക്കുമ്പോൾ സത്യമായിട്ടും നമ്മൾ വെള്ളക്കാര് അവര് സൂചി എടുക്കുമ്പോഴോ ഇങ്ങനെ ഞാൻ ഇവിടെ വലിയ സംഭവം നോക്കിയപ്പോ ഒരു കുത്തി വെക്കുന്ന. അപ്പൊ അത്രയും വേദന സഹിക്കാത്ത ആളുകളാണ്. അതുപോലെ ഉപവാസം എന്ന് പറയുന്നത് സായിപ്പുമാർ ഇരിക്കത്തില്ല, അവർക്കില്ല ഉപവാസം. അപ്പൊ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ലാത്ത സായിപ്പുമാർക്ക് അവർക്ക് പറ്റിയ ഈ TV ഇവാഞ്ചലിസവും റേഡിയോ ഇവാഞ്ചലിസവും ഒക്കെ വന്നപ്പോ അവരുടെ കാതിന് സുഖമുള്ളൊരു കാര്യം പ്രത്യേകിച്ച് അപ്പം ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കർത്താവ് വന്ന് നിങ്ങളെ എല്ലാ കഷ്ടതയിൽ നിന്ന് എടുത്ത് മധ്യാകാശത്തിൽ കൊണ്ട് പൂമത്താൽ ഇരുത്തും എന്ന് പറഞ്ഞപ്പോ അത് ഇഷ്ടപ്പെട്ടു. മധ്യാകാശത്തിലെ മണിയറയിൽ മണവാട്ടി തന്നോട് വേളി കഴിക്കാൻ. പക്ഷെ ഈസ്റ്റിലോട്ട് നോക്കിയാൽ അവർ ആദ്യം തൊട്ട് തന്നെ കഷ്ടങ്ങളും പട്ടിണിയും അതുപോലെ തന്നെ വേദനയൊക്കെ സഹിച്ച് കൊല്ലപ്പെട്ടവരും ഒക്കെയാണ്. അവരെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ഉപദേശം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി. അതുകൊണ്ട് അത് യൂറോപ്പിൽ വിറ്റഴിയപ്പെട്ടെ. ഇതിപ്പോ ഞാൻ ഇപ്പൊ ഈ മാമോദിസ എന്ന് പറയുന്ന വിഷയത്തെ ചിന്തിക്കുമ്പോഴും ശിവജ, എനിക്കുണ്ടായ ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആ വിഷയം ഡിസ്കസ് ചെയ്തതിന് മുമ്പ് എന്നാലും ഞാൻ പറയാം, ഭയങ്കരമായിട്ട് ഈ വേഴ്സുകളെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിന്റെ അകത്ത് കാണുന്നത്. ഇപ്പം ഈ അപ്പസ്തോല പ്രവൃത്തിയിലെ 2-ാം അധ്യായത്തിൽ പത്രോസ്ലീഹയുടെ പ്രസംഗമായാലും നിക്കോദിമോസിനോട് കർത്താവ് പറയുന്ന ആ ഭാഗമായാലും ഇപ്പൊ ജോണിലെ കർത്താവ് പറയുന്ന ആ ഭാഗമായാലും ഇത് രണ്ടിടത്തും ഭയങ്കരമായിട്ട് ഈ സ്ക്രിപ്ചറിനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പം വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ, ജോൺ 2 നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഞാൻ ആ വാക്യം എല്ലാവർക്കും വേണ്ടി വേണമെങ്കിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. നിക്കോദിമോസിനോട് യേശു പറയുന്നതാണ്. യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ പറയുകയിൽ ആശ്ചര്യപ്പെടരുത്. അപ്പൊ ഈ വാക്യമാണ് 5-ാമത്തെ വാക്യം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ഈ വാക്യത്തെയാണ് വീണ്ടും ജനനം 2 വേർഡായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ ആ സംഭവം വന്നിരിക്കുന്നത്. വീണ്ടും ജനനം, രക്ഷിക്കപ്പെടുക. ഈ വാക്യത്തിനകത്ത് പ്രൊട്ടസ്റ്റന്റ് ഡോക്ടറിനില് സ്നാനമില്ല. ഇവിടെ പറയുന്ന വെള്ളം സ്നാനമാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഇവിടെ പറയുന്ന വെള്ളം വചനമാണെന്ന് വ്യാഖ്യാനം നടത്തിയിരിക്കുക. ശിവചാന്റെ ഒരു 24 വർഷത്തെ യാത്രയില് അതിനപ്പുറത്ത് കേട്ടിട്ടുണ്ടോ? അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാക്യത്തിൽ 2 വാക്ക് പറയുമ്പം അതിൽ ഒരു വാക്ക് ആലിഗോറിക്കലായിട്ടും അടുത്ത വാക്ക് ലിറ്ററലായിട്ടും എടുക്കുക. അത് ശരിയായ വ്യാഖ്യാനം അത് വ്യാഖ്യാന ശാസ്ത്രത്തിൽ തന്നെ അത് തെറ്റാണ്. അപ്പം ഒന്നുകിൽ വചനം അല്ല, വെള്ളം വചനമാണെങ്കിൽ ആത്മാവ് എന്നതാണെന്ന് പറയണം. ഒന്നേ അലിഗോറിക്കലായിരിക്കണം, അല്ലെങ്കിൽ 2 അലിഗോറിക്കലായിരിക്കണം. അല്ല 2 ആക്ച്വലി ആയിരിക്കണം. അത് വെള്ളം വെള്ളവും ആത്മാവ് ആത്മാവുമാണ്. ഈ പ്രൊട്ടസ്റ്റന്റ് വേൾഡ് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് ചോദിക്കുന്നത് ഇപ്പം ഒരു പ്രധാന ചോദ്യമാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ? ഈ ഒരു ചോദ്യത്തിലാണ് സാധാരണക്കാരനെ എല്ലാം മറിക്കുന്നത്. അതെ, ഈ കല്യാണ പരസ്യത്തിൽ പോലും കണ്ടിട്ടുണ്ട് ബോൺ അഗെയിൻ ബോയ്. ബോൺ അഗെയിൻ, അതാ കണ്ടിട്ടുള്ളത്. ശരിക്കും ഈ ബോൺ അഗെയിൻ എന്ന് പറയുന്നത്, ശരിക്കും ആധികാരികമായിട്ട് ബോൺ അഗെയിൻ എന്ന് പറയുന്ന സംഭവം നിക്കോദിമോസിനോട് യേശു സംസാരിക്കുമ്പോൾ വെള്ളത്താലുള്ള വീണ്ടും ജനനത്തിന്റെ കാര്യം പറയുന്നത്.
അപ്പൊ ഈ വെള്ളത്താലുള്ള വീണ്ടും ജനനം എന്നുള്ളതാണല്ലോ മെയിൻ ലൈൻ സഭയുടെ എല്ലാം വിശ്വാസം. ഇപ്പൊ ഓർത്തഡോക്സ് സഭയുടെ ആണെങ്കിലും കാത്തലിക് സഭയുടെ ആണെങ്കിലും അപ്പോസ്റ്റോളിക് യൂണിയനിൽ നിൽക്കുന്ന എല്ലാ സഭകളുടെയും വിശ്വാസം വെള്ളത്താലുള്ള വീണ്ടും ജനനം തന്നെയാണല്ലോ. ആദാമ്യ മരണത്തിൽ നിന്നുള്ള ജനനം അല്ലെങ്കിൽ വീണ്ടും ജനനം. അത് ഇവർക്ക് അതിന്റെ കാരണം ഇവരുടെ ഗിൽറ്റ് കോൺഷ്യസിൽ നിന്നാണ്. കാരണം ഇവർക്ക് ഈ സാക്രമെന്റ് പെർഫോം ചെയ്യാനുള്ള ഒരു റൈറ്റോ അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു കൈവപ്പോ ഇല്ല എന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ട്. അതുകൊണ്ട് ഇതിന് പ്രാധാന്യമില്ല എന്ന് വരുത്തുക. അതുപോലെ തന്നെ കർത്താവിന്റെ മേശയാണെങ്കിലും അത് യേശുവിന്റെ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാ ഇത് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം യേശു തന്നെ പറയുകയാണ് വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ഒരു ജനനമെന്ന്. അപ്പൊ ആ വെള്ളം വചനമാണെന്ന് ദുർവ്യാഖ്യാനം നടത്താൻ വചനത്തിൽ വേറെ ഒരിടത്തും വെള്ളം വചനമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, അവരതിന് പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യമുണ്ട്, വചനത്താൽ. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ വചനത്തോട് കൂടി എഫേസ്യ ലേഖനത്തിൽ അതിനെ കട്ട് ചെയ്യുന്ന അടുത്ത വാക്യം കിടപ്പുണ്ട്, വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ. അപ്പൊ വചനമാണ് ജലമെങ്കിൽ പിന്നെ വചനത്തോട് കൂടിയ ജലസ്നാനം എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പം വചനത്തോട് കൂടിയ വചനസ്നാനാണോ? അതെ. ഇതെന്നാ വെച്ചാല് ആത്മാവ് അലിഗോറിക്കലല്ല, വെള്ളം അലിഗോറിക്കലാണെന്ന് പറയുന്നതിലൂടെ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരിക, അതായത് സ്ക്രിപ്ചറിനെ നല്ല സ്ട്രാറ്റജിക് ആയിട്ട് നിഗൂഢമായ ഒരു ദുരുദ്ദേശത്തോടു കൂടെ വചനത്തെ മറിച്ചു കളയുക എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറയും, വെള്ളം എന്ന് പറയുന്നത് ബൈബിൾ ആണെങ്കിൽ ഈ ആത്മാവ് എന്ന് പറയുന്നത് സിയോൻ ഗീതാവലി ആയിരിക്കും. അല്ലല്ല, ഈ വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ജനനം ബൈബിളിൽ ഉടനീളം ഉണ്ടല്ലോ. ഉൽപ്പത്തിയിൽ ഇതാണല്ലോ, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചിട്ടാണല്ലോ ആദ്യ സൃഷ്ടിപ്പ് നടക്കുന്നത്. അതെ, ഇത് ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഭൂമി മുഴുവൻ ഈ വെള്ളത്തിൽ മൂടിക്കിടക്കുക, ഇരുളാണ്. വെളിച്ചം ഉണ്ടായി കഴിഞ്ഞിട്ട് അടുത്തായിട്ട് പറയുന്നത് കര പൊങ്ങി വരിക. ഈ കര പൊങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാവന കാണണം, ഈ വെള്ളത്തിന്റെ പരപ്പിൽ നിന്ന് ആദ്യം ഒരു മനുഷ്യന്റെ തല പൊങ്ങി വരുന്ന പോലെയാണ്. അതായത് അത് ബാപ്റ്റിസമാണ് നടക്കുന്നത്. അതായത് ഹോൾ വേൾഡ് വാസ് ബാപ്റ്റൈസ്ഡ്. ആദ്യം ഈ ഇതിങ്ങനെ അങ്ങോട്ട് പൊങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യൻ സ്നാനപ്പെട്ടിട്ട് കേറുന്ന പോലെയാണ് കര തെളിഞ്ഞു വന്നത്. അല്ല, ബൈബിളിലുടനീളം വാട്ടറും സ്പിരിറ്റും ഒന്നിച്ചു വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് മുതലേ ഈ ഒരു സ്നാനത്തിന്റെ ശരിക്കുള്ള ഉപമ വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. സൃഷ്ടിപ്പിലായാലും ഇപ്പൊ സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെ, സൃഷ്ടിപ്പ് കഴിഞ്ഞാണെങ്കിലും ചെങ്കടലിലൂടെ ഇപ്പം പൗലോസ് പറയുമ്പോൾ, വിശുദ്ധ പൗലോസിലെ പറയുമ്പോൾ അത് പറയുന്നു, ചെങ്കടലിലൂടെ കടന്നു, മേഘത്തിന്റെ കീഴിൽ സ്നാനമേറ്റു, മോശയോട് ചേർന്നു. അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴാണെങ്കിലും നോഹയുടെ അതിന് പുറകിൽ നോഹയുടെ കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴാണെങ്കിലും അവിടെ വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ മേളിൽ ഒരു പ്രാവ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഈ വെള്ളവും ആത്മാവും വെള്ളവും ഇത് തന്നെയാണല്ലോ ശരിക്കും നിക്കോദിമോസിനോട് യേശു പറഞ്ഞത്. അത് തന്നെയാണല്ലോ യഹസ്കേൽ കാണുന്ന ദർശനം. ഏകസ്കേൽ കാണുന്ന കല്ലായ ഹൃദയം മാറുന്നു, മാംസലമായ ഒരു ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നു അല്ലെ. അല്ല, ഒരു നദിയെ കാണിക്കുന്നില്ല, ഒരു നദി. അതെ. യെരുശലേം ദൈവാലയത്തിൽ നിന്ന് ഒരു നദി വരിക, നദി പുറപ്പെടുക. അത് തന്നെ. അതെ, ഓൾ ടുഗദർ നോക്കുമ്പോ ബൈബിളിലുടനീളം വാട്ടറും സ്പിരിറ്റും റെഫർ ചെയ്തതാണ് ജീസസ് അവിടെ നിക്കോദിമോസിനോട് പറയുന്നത്. പക്ഷെ ഇവിടെ വെള്ളത്താലുള്ള ജനനം എന്ന് പറയുന്ന സംഭവം ഇത്രയും നൂറ്റാണ്ടുകൾ പിന്നിട്ട ക്രൈസ്തവ വിശ്വാസമാണെങ്കിൽ പോലും അതിനെതിരെ വെള്ളത്താലൊന്നും സംഭവിക്കുന്നില്ല. എന്തിനാ സ്നാനപ്പെടുന്നത്? അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരെ സ്നാനത്തിൽ പ്രാധാന്യമില്ല. അതുപോലെ തന്നെ ഈ പരിശുദ്ധ കുർബാനയിൽ യാതൊരു സിഗ്നിഫിക്കൻസ് ഇല്ല, പ്രാധാന്യമില്ല, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഇവർക്ക് അതുപോലെ തന്നെ തൈലാഭിഷേകം ഇല്ല. എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഏർലി ചർച്ചിന്റെ പ്രാക്ടീസാണ്. അതില്ല. അപ്പൊ ഇവര് പറയുന്നത് ഇതിനകത്തൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഏതിന്റെ പേരില് സഭ വളരും. ഇപ്പം സുറിയാനിക്കാരനെയും കത്തോലിക്കിനെയും എല്ലാം പിടിച്ചു മുക്കാനുള്ള ഏക മാർഗം ഇത് പറഞ്ഞിട്ടാണ്. എന്താണ്? വെള്ളത്താലുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത് മറച്ചു വെക്കും. വെള്ളത്താലുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത് മറച്ചു വെച്ചിട്ട് സ്നാനം എന്ന് പറയുന്നത് യേശോ പറഞ്ഞ യോഹന്നാൻ 3 സ്നാനം നമുക്ക് ബന്ധപ്പെട്ടതല്ല. യേശു നേരിട്ട് പറഞ്ഞതാണ്
എന്നാലും നമ്മൾ അത് ബാധിക്കുന്നതല്ല. നമ്മൾ യോഹന്നാൻ 3 സ്നാനമേ എടുക്കത്തില്ല. ഈവൻ യേശു വെള്ളം പറഞ്ഞാലും വെള്ളത്താലും ആത്മാവിനാലുള്ള ജനനം പറഞ്ഞാലും നിക്കോദിമോസ് അന്നേരം ജനിക്കുന്ന ശിശുവിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞാലും ഈ യോഹന്നാൻ 3 സ്നാനവും എടുക്കത്തില്ല, യോഹന്നാൻ 6 കർത്തൃമേശ എടുക്കത്തില്ല. എടുക്കുകയല്ല. അത് ഞാൻ ശ്രദ്ധിച്ചു. യോഹന്നാൻ 3 സ്നാനം എടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള ഉപദേശം കംപ്ലീറ്റ് താറുമാറാവും. യോഹന്നാൻ 6 കർത്തൃമേശ എടുത്താലോ? അതിനപ്പുറത്താ. കാരണം എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞിരിക്കുക. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം. അപ്പൊ എത്ര ഭയങ്കരമാണെന്ന് ഓർക്കണം. അതല്ല പറയുന്നത്. അല്ല, അതെല്ലാം അലിഗോറിയാന്ന് പറയാം. അലിഗോറിയാന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവാണ്, ഉപമാലങ്കാര പ്രയോഗമായിട്ട് വിടുവാണ്. അപ്പൊ ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തെ കർത്താവ് എത്ര ശക്തമായിട്ടാണ് പറഞ്ഞത്, വെള്ളത്താലുള്ള ജനനം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇത് തന്നെ ആയിരിക്കണം പത്രോസ്ലീഹ പെന്തക്കോസ്ത് നാളിലും പാപമോചനത്തിനായുള്ള സ്നാനം എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ ഞാനായിരുന്നപ്പോൾ കേൾക്കാതിരുന്നത്. ഒന്ന്, വെള്ളത്താലുള്ള ജനനം. 2, പാപമോചനം, വെള്ളത്താലുള്ള പാപമോചനം അല്ലെങ്കിൽ സ്നാനത്താലുള്ള പാമോചനത്തിലുള്ള പാപമോചനം. അതെ. പിന്നെ പൗലൂസിനോട് പിന്നെ പറയുന്ന, ഇനി താമസിക്കുന്ന എന്താ, എഴുന്നേറ്റ് കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. പാപങ്ങളെ കഴിയും. അപ്പൊ അത് മാത്രമല്ല, പത്രോസ്ലീഹ മറ്റേ പ്രസംഗിക്കുമ്പോഴും പാപമോചനത്തിനായി എന്നുള്ളത് വളരെ എടുത്തു പറയുന്ന ഒരു പദമാണല്ലോ. അതെ, പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം അപ്പസ്തോലപ്രവൃത്തി 2:38 പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പൊ ഈ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, വീണ്ടും ജനനം സ്നാനത്തിലൂടെ നടക്കുന്നു എന്ന യേശുവിന്റെ വ്യക്തമായ പഠിപ്പീര്. 1. 2, പാപമോചനം സ്നാനത്തിലൂടെ നടക്കുന്നു എന്ന പത്രോസ്ലീഹയുടെ പരിശുദ്ധാത്മ നിവേശത്തിനായുള്ള പഠിപ്പീര്. പിന്നെ ഇപ്പൊ പൗലോസിനോട് അനന്യാസ് പറയുന്ന പോലെ, എഴുന്നേറ്റ് നിന്റെ സ്നാനം കഴിച്ച് പാപങ്ങളെ കഴുകിക്കളയുക എന്നുള്ള. അപ്പം ഈ ഒരു 2 സംഭവം എത്ര ട്വിസ്റ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു പദമാണ് വീണ്ടും ജനനം പോലെ തന്നെ രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇവിടുന്ന് ആ 2 പദം ഡെവലപ്പ് ആകുന്നത്. ഈ ഒരു മാമോദിസ എന്ന കൂദാശയോട് ബന്ധപ്പെട്ടാണ് പ്രൊട്ടസ്റ്റന്റുകാര് ആ 2 പദത്തെ അവിടുന്ന് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നത്. ഈ വീണ്ടും ജനനവും മാമോദിസ എന്ന് പറയുന്നത്. എന്നിട്ട് വീണ്ടും ജനനം യേശു പറഞ്ഞ വാക്കുകളിൽ നിന്ന് വെള്ളത്താലുള്ള വീണ്ടും ജനനം പറയത്തില്ല. വെള്ളത്താലുള്ള വീണ്ടും ജനനം പറയാതെ പിന്നെ എങ്ങോട്ട് പോകും? 1:11 പോയിട്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചത്. അപ്പൊ അതാണ് വീണ്ടും ജനനം. വിശ്വാസത്താൽ വീണ്ടും ജനനം നടക്കുന്നു എന്ന ചിന്തയിലേക്ക് പോയിട്ട് വെള്ളത്താലുള്ള വീണ്ടും ജനനം എന്ന് പറയുന്ന ആ യേശു തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരിക്കും തിരസ്കരിക്കപ്പെടുകയാണ്. അതെ, അതൊരു വഞ്ചന തന്നെയാണ്. ഇവര് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതെ അതും ശിവചാരെന്ന് പറഞ്ഞ നല്ലതായിരുന്നു. കാരണം അത് ഒത്തിരി പേർക്ക് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോ ഒരുപാട് പേര് ഈ പറയുന്ന കാര്യം ചോദിക്കാറുണ്ട്. ഈ രക്ഷിക്കപ്പെടുക. കാരണം ഞങ്ങൾ ഈ ടിവിയിലൂടെയൊക്കെ ആൾക്കാരെ റീച്ച് ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഈ ബിൽ ബ്രൈറ്റും ബിൽ ഗേറ്റ്സും ബിൽ ഗേറ്റ്സ് അല്ല, ബിൽ ബ്രൈറ്റും ബില്ലി ഗ്രഹാമും ഈ 2 പേര് ചേർന്ന് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. ബിൽ ബ്രൈറ്റ് എന്ന് പറയുന്ന ആളാണ് ഈ ഓപ്പറേഷൻ മൊബിലൈസേഷൻ ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ അയാള് രക്ഷിക്കപ്പെടുത്തുന്ന ഒരു കാർഡ് പൂരിപ്പിച്ച് രക്ഷപ്പെടുക, കാർഡ് പൂരിപ്പിക്കുക, കൈപൊക്കുക. ബില്ലി ഗ്രാം കൈപൊക്കി രക്ഷിക്കുക, മറ്റേ പുള്ളി. അപ്പൊ ഈ കാർഡ് പൂരിപ്പിക്കുക, കൈപൊക്കുക, ഇങ്ങനെ രക്ഷിക്കപ്പെടാം എന്നിട്ടുള്ള അക്രൈസ്തവമായ സിദ്ധാന്തങ്ങൾ ഇവരാണ് കൊണ്ടുവന്നത്. ഇതെന്താ ചോദിച്ചാല് ഈ ഒരു ഒറ്റ വാക്യം വെച്ചൊരു തിയോളജി അങ്ങ് ഡെവലപ്പ് ചെയ്യുക. ഒറ്റ വാക്യം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അവർ റോമർ 10 അങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് രക്ഷിക്കപ്പെടുത്തുവാണ്. അതേ ബൈബിളിൽ തന്നെ പറയുന്നു, സ്ത്രീ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്നു. അതെ, തിമോത്തിയോസ് എഴുതാൻ പറയാ. അപ്പം ആണുങ്ങളുടെ കാര്യം മുഴുവൻ പോയി. അല്ല, കന്യകമാരുടെ കാര്യം പോയി. അല്ല, ആണുങ്ങളുടെ കാര്യം മുഴുവൻ പോയി, പ്രസവിക്കാത്ത സ്ത്രീകളും പോയി. പ്രസവിക്കാത്ത മനുഷ്യക്കൊന്നും രക്ഷയില്ല. അപ്പൊ ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങളാണ് ഈ രക്ഷിക്കപ്പെടുക. ഏറ്റവും രസം ഞാൻ ഈ വായിക്കുന്ന വാക്യം ശ്രദ്ധിക്കണേ. വിശുദ്ധ മത്തായി 19-ാം അധ്യായത്തിലെ വാക്യമാണ്. അത് കേട്ടിട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? യേശു അവരെ നോക്കി, ഇത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സാധ്യം എന്ന് പറഞ്ഞു.
അപ്പം മത്തായി സുവിശേഷം 19 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ശിഷ്യന്മാർ വിസ്മയിച്ച് ചോദിക്കുക, ഇങ്ങനെയാണ് രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചപ്പോ യേശു തന്നെ പറയുകയാണ്, അത് മനുഷ്യർക്ക് അസാധ്യം. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമാണെന്ന് കർത്താവ് താൻ തിരുവായി മൊഴിഞ്ഞ് പറയുമ്പോ പെടുത്താം, ഞങ്ങൾ പെടുത്താൻ വന്നതാണ്. ഇൻഷുറൻസിന്റെ പോളിസി എടുപ്പിക്കുന്ന പോലെ ഇന്ന് വേണം രക്ഷിക്കപ്പെട്ടോ, ഇതാകുന്ന രക്ഷാ ദിവസം. ഈ കാര്യങ്ങൾ പറയുന്നതിലൂടെ യേശു ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കാര്യത്തെ സ്വയം ഇച്ഛയാൽ വീണ്ടും ജനിക്കാൻ കഴിയും, സ്വയം ഇച്ഛയാൽ രക്ഷിക്കപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന അത്രയും വലിയൊരു വിഡ്ഢിത്തരം എനിക്ക് തോന്നുന്നില്ല ബൈബിളിൽ നിന്നുണ്ടെന്ന്. അമേരിക്കയിലെ ഒരു ഏജൻസി ഈ ബില്ലി ഗ്രഹാം ക്രൂസൈഡ് നടത്തിയ സകല രാജ്യങ്ങളിലും സിറ്റികളിലും പിന്നെ സർവേ നടത്തി. സർവേ നടത്തിയിട്ട് ബില്ലി ഗ്രഹാമിന്റെ ആ ക്രൂസൈഡിൽ വന്ന ആ രക്ഷിക്കപ്പെട്ട ആളുകളിൽ 3% മാത്രമേ പിന്നെ ചർച്ച് ഗോവേഴ്സായി മാറിയിട്ടുള്ളൂ. 3%. അപ്പം എന്ന് പറഞ്ഞാൽ അത് നെക്സ്റ്റ് ജനറേഷൻ ആ സിറ്റികളിലൊന്നും യാതൊരു ഇമ്പാക്റ്റും ഇല്ല. ഇത് വൈകാരികമായിട്ട് നമുക്കിപ്പോ ഒരു ഓഡിയൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 2 മണിക്കൂർ സമയം അവരെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത് ഭയങ്കര മ്യൂസിക് ആണ്. ഈ മ്യൂസിക് ബില്ലിഗ്രാന്റെ ക്രൂസൈഡിൽ ഏറ്റവും അട്രാക്ഷൻ ആയിരുന്നു. നല്ല പാട്ടുകൾ, ഹൃദയദ്രവീകരണ ശക്തിയുള്ള പാട്ടുകൾ പാടി മനുഷ്യജീവിതത്തിന്റെ ആ ഏതാണ് ബബിൾ മൊമെന്ററി എന്ന് പറഞ്ഞാൽ നൈമിഷികത എല്ലാം പറഞ്ഞിട്ട് നിനക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല, നീ മരിച്ചു പോകും, നീ കൈവക്ക്. അപ്പൊ ഇത്രയൊക്കെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പം ഒരുമാതിരിപ്പെട്ടവരെല്ലാം അന്ന് രാത്രി കൈവക്കും. ഇനി ഇതുകൊണ്ട് കർത്താവ് അങ്ങ് പ്രസാദിക്കോട്ടെ, നമ്മളിങ്ങനെ കൈവക്കി ആ സ്റ്റേജ് വരെ നടന്നാൽ മതിയല്ലോ. കൈവക്കി രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു, എന്ത് എളുപ്പമായിരുന്നു. അതെ, അപ്പൊ അതുകൊണ്ട് ആളുകളെല്ലാം കൈവക്കുന്നത്. അത് ബില്ലി ഗ്രാം ക്രൂസൈഡിന്റെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അങ്ങനെ കുറെ പേരെ കൈവക്കിച്ചു. അപ്പൊ അവർ ഒരാൾക്കൂട്ടത്തെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഇപ്പൊ നമ്മുടെ കാർ സെയിൽസ്മാൻമാരുണ്ടല്ലോ, കാർ ഡീലർ, കാർ വിൽക്കുന്നവന്മാര്. മേരി മാത്യു എന്ന് പറയുന്ന സഹോദരി എഴുതുന്നു, രണ്ടിനും എന്തോ കുഴപ്പമുണ്ട്, ബാധയാണോന്ന്. ബാധ ഈ പറഞ്ഞ പെന്തക്കോസിലാ കൂടുതൽ. പെന്തക്കോസ് സഭയിൽ ബാധ ഇളകുന്നത്തോളം 15 കൊല്ലോ 20 കൊല്ലോ ആയ വിശ്വാസിയുടെ ബാധ പിന്നെ ഇളകുക, ഭൂതം പിന്നെ ഇളകുക. ഈ പെന്തക്കോസിന്റെ എക്സ്ട്രീം കണ്ടവരാ ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് മേരി പോയിട്ട് ഇതൊക്കെ ഒന്ന് പഠിക്കുകയാണ്, നല്ലതാണ്. അതെ, മേരി ഒരു കാര്യം മനസ്സിലാക്കണം. മേരി മനസ്സിലാക്കാം, അടുത്ത ആഴ്ച മേരിക്ക് ഭൂതം ഇളകാൻ സാധ്യതയുണ്ട്. കാരണം പെന്തക്കോസിലാണ്, ആർക്കും എപ്പം വേണമെങ്കിലും ഇളകാം. കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല, ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ലെന്ന് അവർ പാടും, പിറ്റേ ആഴ്ച പിന്നെയും പാടും. ഞാൻ ജസ്റ്റ് കമന്റ് വന്നപ്പോ, സോറി, ഞാൻ മേരിയെ കട്ട് ചെയ്തെങ്കിലും ഒക്കെ സോറി. അപ്പം ജസ്റ്റ് കമന്റ് വന്നപ്പോ അങ്ങ് വായിച്ചതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പം വിഷയം ഇതായിരുന്നു. അപ്പം വീണ്ടും ജനനം, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിന് രണ്ടിനും അടിസ്ഥാനമായിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് പറയുന്ന വെള്ളത്താലുള്ള വീണ്ടും ജനനം, അല്ലെ വെള്ളത്താലുള്ള ജനനവും പാപമോചനത്തിനായുള്ള സ്നാനവും, അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട മാമോദിസയ്ക്കകത്ത് നമ്മൾ വിശദീകരിക്കുമ്പോൾ, അല്ലെ, വെള്ളത്താലുള്ള ജനനവും പാപമോചനത്തിനായുള്ള സ്നാനവും. അപ്പൊ അതാണ് ശരിക്കും ഒറിജിനൽ അപ്പോസ്റ്റോലിക് ചർച്ച് ബിലീഫ്. സഭ അതാണ് സോളാ സ്ക്രിപ്ചറ, അല്ലെ, സോളാ സ്ക്രിപ്ചറ. സ്ക്രിപ്ചർ അലോൺ എന്ന് പറയുന്നവര് മസ്റ്റ് ആയിട്ട് ഗോ ബാക്ക് ടു ജോൺ ചാപ്റ്റർ 3 ആൻഡ് റീഡ്. വീണ്ടും ജനനത്തിലൂടെയുള്ള സ്നാനത്തിലൂടെയുള്ള വെള്ളത്താലുള്ള ജനനം, മാമോദീസയാലുള്ള വീണ്ടും ജനനം, അത് അങ്ങനെ തന്നെ എംഫസൈസ് ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു. മാമോദീസയാലുള്ള വീണ്ടും ജനനം, അതിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. അതാണ് ശരിയായ ബൈബിൾ ബിലീഫ്. ഇത് വേറെ ആരും പറഞ്ഞല്ലേ, യേശു തന്നെ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ 457 പേര് ലൈവിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നു. 457 പേരോടും ആയിട്ട് സംസാരിക്കുന്ന കാര്യമാണിത്. ഇത് കം ടു എസ്കറ്റോളജി. ഷെറിൻ പറയുന്നത് റോമൻസ്, ഇതിവിടെ ഡെസ്മണ്ട് എന്ന് പറയുന്ന ആള് ചോദിക്കുന്ന ഒരു ചോദ്യം, റോമൻസ് 10:9 പറയുന്ന സാൽവേഷൻ ആവശ്യമില്ല എന്ന്. അവിടെയാണ് റോമാലേഖനത്തിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലായി. എന്നെക്കാളും നല്ല ശിവച്ചാൻ പറയാൻ കഴിയുമായിരിക്കും. ഈ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക എന്ന് പറയുന്നിടത്ത് ഇതാണ് രക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനമെങ്കിൽ പത്രോസ്ലീഹ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടും ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യാൻ പറഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തിയില് പത്രോസ്ലീഹയുടെ പ്രസംഗം കേട്ടപ്പോഴ്
അടുത്ത് വന്നവരോട് ഹൃദയം കൊണ്ട് ഏറ്റുപറ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായു കൊണ്ട് ഏറ്റു പറയാനല്ല അപ്പോസ്തല പ്രവൃത്തിയിലെ പത്രോസ്ലീഹ പറഞ്ഞത്. വേറെ ഒരു സ്ഥലത്തും ഹൃദയം കൊണ്ട് ഏറ്റുപറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായു കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളത് പറയുന്നില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റോമൻ കോണ്ടെക്സ്റ്റിലാണ്. ഷിബിജ അത് പറഞ്ഞ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. റോമൻ കോണ്ടെക്സ്റ്റില് റോമൻ സിറ്റിസൺസ് എവരി ഇയർ റോമൻ നീതിന്യായ കോടതിയുടെ അവിടെ ഒരു സ്വർണ്ണ പ്രതിമയുണ്ട് സീസറിന്റെ. ആ സ്വർണ്ണ പ്രതിമയുടെ നെഞ്ചത്ത് കൈ വെച്ചിട്ട് തല കുനിച്ചിട്ട് പറയണം സീസർ ഈസ് മൈ ലോഡ്. അപ്പൊ റോമൻ നീതിന്യായ കോടതിയിലെ സീസറിന്റെ പ്രതിമയുടെ മുമ്പിൽ സീസർ ഈസ് മൈ ലോഡ് എന്ന് പറയേണ്ട സ്ഥാനത്ത് നീ പോയി ജീസസ് ഈസ് മൈ ലോഡ് എന്ന് പറഞ്ഞോളാണ് പൗലോസ് എഴുതി വിട്ടെ. അതെ അതെ അതെ. അപ്പം അത് കോണ്ടെക്ച്വൽ ആയിട്ട് അത് വിശദീകരിച്ചാല് ശരിയാകത്തുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞ അടുത്ത സെക്കൻഡ് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന പട്ടാളക്കാരെ ഈ തല വെട്ടിക്കളി. അപ്പൊ ഈ തല അല്ല, അപ്പൊ നീ എന്ത് ചെയ്തോണം? ദൈവം യേശുവിനെ ഉയർപ്പിച്ചെന്ന് നീ വിശ്വസിച്ചോണം, കാരണം നിന്റെ തല പോകാൻ പോവാ. അതാ താഴെ പറയുന്നത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരത്തെ ജീവിപ്പിക്കും. അത്രേ ഉള്ളൂ. എന്നാൽ ഒരു വലിയ വിപ്ലവ ആഹ്വാനമാണ് നടക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു രണ്ട് കാര്യം, അതായത് ഈ യേശു പറഞ്ഞ വെള്ളത്താലുള്ള ജനനം, അത് മാമോദിസയിൽ ഏറ്റവും പ്രസക്തമായ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് യേശു പറഞ്ഞ വെള്ളത്താലുള്ള ജനനം, രണ്ട് പത്രോസ്ലീഹ പറഞ്ഞ പാപമോചനത്തിനായുള്ള സ്നാനം. ഞാൻ വർഷങ്ങള് പെന്തക്കോസ്ത് അനുഭവത്തിലായിരുന്നു. ഞാൻ പെന്തക്കോസ്റ്റിലായിരുന്നപ്പോൾ ഞാൻ ഈ രണ്ട് കാര്യം കേട്ടിട്ടില്ല. പാപമോചനത്തിനായുള്ള സ്നാനം എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ട് പാപമോചനം സ്വീകരിച്ചവനാണ് സ്നാനപ്പെടേണ്ടത്, അല്ലെങ്കിൽ സ്നാനത്തിലൂടെ രക്ഷ എന്ന് പറയുന്ന ഒരെണ്ണം കേട്ടിട്ടില്ല. വീണ്ടും ജനനം സ്നാനത്തിലൂടെ നടക്കുമെന്ന ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഓറിജിനെ വായിക്കാൻ ഞാൻ ഓറിജിൻ AD 248 ഓറിജിൻ എഴുതിയിരിക്കുന്നു. സഭാപിതാവ് ഓറിജിൻ. In the church, baptism is given for the remission of sins. Okay. സഭയ്ക്ക് സ്നാനം നൽകപ്പെട്ടിരിക്കുന്ന പാപങ്ങളുടെ മോചനത്തിനാണ്. And according to the usage of the church, baptism is given even to infants. Okay, ഓറിഗൻ സഭാപിതാവായ ഓറിഗന്റെ വാക്കാണ്. അതെ. If there were nothing in infants which required the remission of sins and nothing in them pertinent to forgiveness, the grace of baptism would seem superfluous. അപ്പം ലേവ്യ പുസ്തകത്തെ കുറിച്ചുള്ള പ്രസംഗത്തിൽ AD 248 ഓറിജിൻ പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ അടുത്ത പറയുന്നത്, the church received from the apostles the tradition of giving baptism even to infants. അതായത് ഓറിജിൻ എഴുതിയിരിക്കുകയാണ്, സഭ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്ന പാരമ്പര്യം അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചിട്ടുള്ളതാണ്. ഇത് അപ്പോസ്തൽസ് to whom were committed the secrets of the divine sacraments. But divine sacraments അല്ല, ഇത് പിതാക്കന്മാരില്ലല്ലോ, അപ്പൊ പിന്നെ ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഓറിഗൻ ആരാ? നമുക്ക് ജോൺ കാൽവിൻ മുതലുള്ളവർ മതി. ഇല്ല, അങ്ങനെയല്ല. ഈ ചർച്ച് ഇല്ലെങ്കിൽ ബൈബിളിന് ഒരു വാലിഡിറ്റി ഇല്ല. കാരണം അല്ല, അങ്ങനെ പറയരുത്. നമുക്ക് മാർട്ടിൻ ലൂതർ തൊട്ട് അങ്ങോട്ടുള്ള പിതാക്കന്മാർ മതി. നമ്മുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ TG ഉമ്മച്ചൻ, KE എബ്രഹാം, MC ചെറിയാച്ചൻ, PM ഫിലിപ്പ്, 4 പിതാക്കന്മാരാണുള്ളത്. ഇവിടെ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈബിളിന്റെ ഏർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ് അവൈലബിൾ 4th സെഞ്ചുറിയിലാണ്. അപ്പം 4ാം നൂറ്റാണ്ട് മുതലുള്ള ബൈബിൾ കോപ്പികളെ ലഭ്യമുള്ളൂ. ഇത് ഈ സഭ തിരുത്തിയില്ലെന്ന് ഇവർക്ക് അങ്ങനെ അറിയാം. പിന്നെ മത്തായിയുടെ സുവിശേഷം മത്തായി എഴുതിയാന്ന് ഇവരോട് ആര് പറഞ്ഞു? കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ ഇല്ലല്ലോ എന്ന് മത്തായി ഒപ്പുന്നുണ്ടോ? എന്നാ വിശുദ്ധ മത്തായി ഒപ്പ് ഇല്ല, അതില്ല. അത് ഇത് മത്തായിയുടെ സുവിശേഷം എന്ന് പറയാൻ പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് നാണമില്ലേ? അത് സഭയാണ്. രണ്ട് കാര്യം, ഇപ്പം നമുക്കിപ്പോ ഒരു പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിനോടുള്ള ഇത് കാര്യങ്ങളായിട്ടല്ല, രണ്ട് കാര്യം ഇതിന്റെ അകത്ത് പറയേണ്ടിയിരിക്കുന്നു. ഒന്ന്, യേശു പറഞ്ഞ വെള്ളത്താലുള്ള ജനനം, രണ്ട് പാപമോചനത്തിനായുള്ള സ്നാനം. ഇതുള്ള ചർച്ചാണ് ട്രൂ ചർച്ച്. അതല്ലേ നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ സഭാപിതാക്കന്മാര് മുഴുവൻ എഴുതിയിരിക്കുകയാണ്, ഇത് മാമോചനത്തിനുള്ളതാണെന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നു എന്നും എഴുതിയിരിക്കുകയാണ്.
അപ്പൊ ഈ വീണ്ടും ജനനം എന്ന് പറയുന്നതിന്റെ അകത്ത് തന്നെ ഈ സഭാപിതാക്കന്മാരുടെ സ്ക്രിപ്റ്റുകൾ മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ചൈൽഡ് ബാപ്റ്റിസം എന്ന് പറയുന്നത് AD 1800 വരെ സഭയിൽ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. ജോൺ നെൽസൺ ഡാർബിക്ക് മുമ്പ് ഇതിനെ സംബന്ധിച്ചൊരു വാദമേ നടന്നിട്ടില്ല. അപ്പം 1800 വർഷം ശിശുസ്നാനം ഏറ്റവരെല്ലാം നരകത്തിൽ പോകുന്നു വിശ്വസിക്കത്തക്ക വിഡ്ഢികൾ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനപ്പുറത്താണ് അവള് പറയണ്ടേ. അല്ല, ഡാർബിക്ക് മുമ്പ് ഈ അനാബാപ്റ്റിസ്റ്റുകൾ രംഗത്ത് വന്നായിരുന്നു. അനാബാപ്റ്റിസ്റ്റുകൾ ഈ മുതിർന്ന സ്നാനത്തിന് വേണ്ടി വാദിച്ചവരാണ്. അനാബാപ്റ്റിസ്റ്റുകളുടെ മൂവ്മെന്റ് വന്നിരുന്നെങ്കിലും അനാബാപ്റ്റിസ്റ്റുകൾ ഇത്രയും ബാർബിയെ പോലെ പ്രസിദ്ധി നേടി ഈ വിഷയം വിശദീകരിച്ചിരുന്നില്ല. അനാബാപ്റ്റിസ്റ്റുകളെ പിന്നെ ഈ സ്നാനപ്പെടണം, മുതിർന്ന സ്നാനം വേണമെന്ന് പറഞ്ഞതിന് ലൂതറിന്റെ അനുയായികൾ വ്യാപകമായിട്ട് കൊല്ലുകയായിരുന്നു. അനാബാപ്റ്റിസ്റ്റുകളെ 30 വർഷം കണ്ടിന്യൂസ് ഇവന്മാര് കൊന്നു ഈ പ്രൊട്ടസ്റ്റന്റുകാർ. അതെ അതെ, അത് ഏറ്റവും രസം ലൂതർ അനുകൂലിച്ചിരുന്നില്ല ഈ കാര്യത്തെ എന്നുള്ളതാണ്. അല്ല, ഇവര് പോയി ഇവന്മാരെ നിങ്ങൾ സ്നാനപ്പെടണമെന്നല്ലേ പറഞ്ഞത്, പിന്നെ മുക്കി കൊന്നേക്കാന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുക്കിയിട്ട് പൊക്കി വിടത്തില്ല. അങ്ങനെ ഒരുപാട് എണ്ണത്തിനെ കൊന്നു. എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പ്രൊട്ടസ്റ്റന്റ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇവര് ദൈവസ്നേഹത്തിൽ നിറഞ്ഞു വന്നൊന്നുമല്ല. ദൈവസ്നേഹത്തിൽ നിറഞ്ഞാ വന്നെങ്കിൽ അങ്ങനെ കൊല്ലുവോ? പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതല്ലേ, പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോ സമരം എന്നാ. പ്രൊട്ടസ്റ്റന്റ് ചർച്ച എന്ന് പറഞ്ഞാൽ സമരസഭ എന്ന് വേണം മലയാളത്തിൽ എഴുതാൻ, അല്ലെ പ്രതിഷേധ സഭ. അതാണ് എന്റെയും എസ്കറ്റോളജി സംസാരിക്കാൻ പറയുന്നു ഷെറിൻ. എന്റെയും എസ്കറ്റോളജി ഒക്കെ സംസാരിക്കണം. എന്റെയും എസ്കറ്റോളജി ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അതെ, എസ്കറ്റോളജി നമ്മള് സംസാരിക്കാം. പക്ഷെ നമ്മളിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിരിയാണി വെച്ചോണ്ടിരിക്കുമ്പോ പിന്നെ അത് വെച്ച് തീർക്കുക. അപ്പൊ ശിവജ, ഈ മാമോദിസ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് പിന്നെ ആഡ് ചെയ്യപ്പെടുന്നത് ഈ അപ്പം ശരിക്കും നമ്മള് പ്രൊട്ടസ്റ്റന്റ് ഡോക്ട്രിൻ ഞാൻ മനസ്സിലായത് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ ഞാൻ മനസ്സിലായത് എന്റെ പഠനത്തിലൂടെ മനസ്സിലായത് ഈ ജലത്താലുള്ള ജനനം എന്ന യേശുവിന്റെ അമൂല്യമായ പഠിപ്പീരിൽ നിന്ന് സ്കിപ്പായിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും അപകടകരമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ ലേഖനത്തിൽ സാക്ഷ്യം പറയുന്ന മൂവരിൽ ഒന്ന് ജലമാണ്, അല്ലെ? അത് 5-ാം അധ്യായം. സാക്ഷ്യം പറയുന്ന മൂവരുണ്ട് അതിനകത്ത്. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അപ്പൊ ഇത് ഈ ശരിക്കും പറഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാലും ഈ ലോകം ഉണ്ടായി. ഇന്ന് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം നടക്കുന്നു. വെള്ളത്താലും ഈ വെള്ളമാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ സാക്ഷ്യം പറയാനായിട്ട് എത്തേണ്ടത്. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം എത്ര അമൂല്യമാണ് മാമോദീസ എന്ന കൂദാശ. മാമോദിസ എന്ന കൂദാശ, ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. അപ്പൊ അത് പക്ഷെ ഇത് തിരിച്ചറിയുന്നില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് ഇവരെ കണ്ണു കുരുടാക്കി മാറ്റുക. അതെ അതെ അതെ. അല്ലാതെ ഇത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒക്കെ എന്തെങ്കിലും ഒരു സത്യം ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് മുമ്പോട്ട് പോകണം എന്നും പറഞ്ഞാണ് ഈ സെമിനാറിലൊക്കെ പോയി ഇത് ഇത്രയും വർഷമൊക്കെ പഠിക്കാനൊക്കെ സ്പെൻഡ് ചെയ്തത് ടൈം. അപ്പം ഇതിൻ്റെ അകത്ത് സത്യം ഇല്ലെന്ന് മാത്രമല്ല, ഇത് സ്ക്രിപ്ചറിനെ എന്താ പറയണ്ടത്, നിഷ്പക്ഷമായിട്ട് ഇതിനെ വളച്ചൊടിച്ച് കളഞ്ഞിരിക്കുക. അതിൻ്റെ അകത്ത് പെട്ടുപോയി വർഷങ്ങളെന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഇപ്പം വലിയൊരു റിഗ്രറ്റ് ആണ് മനസ്സിലുള്ളത്. ശരിക്കും പറഞ്ഞ ഇത് യേശു നേരിട്ട് പറഞ്ഞ വാക്കുകളെ പോലും എന്ത് ചെയ്തിരിക്കുകയാണ്, ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളത്താലുള്ള ജനനം പാപമോചനത്തിനായുള്ള മാമോദിസ. അപ്പം ഞാൻ ഇന്ന് വരെ ഒരു സ്നാനത്തിനും പഠിപ്പിച്ചിട്ടും പെന്തക്കോസ്റ്റ് അനുഭവത്തിൽ നിന്നപ്പോ അത് ചെയ്തിട്ടില്ല, ഈ പാപമോചനത്തിനായുള്ള സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായ വചന പഠനത്തിൽ ഈ സത്യം കണ്ടെത്തിയപ്പം 2 ചിന്തയാണ് മുമ്പേ വരുന്നത്. ഒന്നെങ്കിൽ വേണമെങ്കിൽ ഇതിനെ ഇഗ്നോർ ചെയ്ത് മുമ്പോട്ട് പോവാം, അല്ലെങ്കിൽ ധൈര്യസമേതം ഈ സത്യം വിളിച്ചു പറയാം. അപ്പം ധൈര്യസമേതം ഈ സത്യം വിളിച്ചു പറയുന്നതിന്റെ പേരിൽ ആരെങ്കിലും ശത്രുക്കളായാലും അതിൻ്റെ അകത്ത് നമുക്ക് ഭയപ്പാടുകളില്ല. കാരണം സത്യം സ്വന്തമായിട്ട് തന്നെ ഇരിക്കട്ടെ. യേശു പറഞ്ഞ വാക്കാണിത്, വെള്ളത്താലുള്ള ജനനം, പാപമോചനത്തിനായുള്ള മാമോദീസ. അല്ല, അതിനകത്തൊരു വാക്യമുണ്ട്, അത്യുന്നതന്റെ വചനങ്ങളോട് നീ കൂട്ടിച്ചേർക്കരുത്, അവസാനം അവൻ നിന്നെ വിസ്തരിച്ചിട്ട് കള്ളൻ എന്ന് കാണാൻ ഇടയാകരുത്. അല്ല, സോളാ സ്ക്രിപ്ചറ പറയുമ്പോ തന്നെ നോക്കി ആരാ സോളാ സ്ക്രിപ്ചറ കീപ്പ് ചെയ്യുന്നത് നോക്കി.
അതല്ലേ അപ്പൊ ഇന്നലത്തെ ലൈവിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ വിവാഹമോചനവും പുനർവിവാഹവും പിന്നെ മത്തായി 19 അനുസരിച്ച് യേശുവിന്റെ വചനനുസരിച്ച് അനുവദനീയമല്ല. പെന്തക്കോസ്ത് സഭകളിൽ മുഴുവൻ വ്യാപകമായിട്ട് ഇതാ നടക്കുന്നത്. അപ്പൊ ഇംഗ്ലണ്ട് എന്നുള്ള രാജ്യം മുഴുവൻ കത്തോലിക്ക സഭയെന്ന് മാറാന്ന് പറഞ്ഞിട്ടും മാർപ്പാപ്പ പറഞ്ഞു ആ വചനത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കും, ഇംഗ്ലണ്ട് പൊക്കോട്ടെന്ന് പറഞ്ഞു. അപ്പൊ സോളാ സ്ക്രിപ്ചറാ പറയുന്നത് ഇവരാണോ വിഗ്രഹാരാധിയായ മാർപ്പാപ്പയാണോ ബൈബിളിന് വേണ്ടി നിന്നത്? ബിനോ ബ്രദർ പറയുന്നു 24 വർഷം സ്പോയിൽ ചെയ്തിട്ടുണ്ട് പെന്തക്കോസ്തില്. 24 വർഷം സ്പോയിൽ ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കാരണം കാരാഗ്രഹ ജീവിതത്തിലാണല്ലോ ജോൺ ബെനിയൻ പരദേശമോക്ഷയാത്ര എഴുതിയെന്ന് പറയുന്ന പോലെ പൗലുസ്ലിഹ കാരാഗ്രഹ ലേഖനം എഴുതിയെന്ന് പറയുന്ന പോലെ. അല്ല, ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ട്രൂത്ത് ഇതുപോലെ മനസ്സിലാകത്തില്ലായിരുന്നു. ഞാൻ എപ്പോഴും അത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ഇത്രയും മിസ്റ്റീലായിട്ട് മനസ്സിലാകത്തില്ലായിരുന്നു. കാരണം ഇതിപ്പം നമുക്കിതിന്റെ രണ്ട് സൈഡും മനസ്സിലാക്കി വന്നതുകൊണ്ട് ഈസി ആയിട്ട് വാട്ട് ഈസ് സ്ക്രിപ്ചറൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ഈസ് സോളാ സ്ക്രിപ്ചറ എന്നുള്ളത് മനസ്സിലാക്കാൻ. നമ്മുടെ പ്രേക്ഷകർ 500 മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കാതലായിട്ട് പറയണം. നമ്മുടെ ഈ ആദിമ സഭയിൽ ഈ സ്നാനം നടക്കുന്ന ഈസ്റ്ററിന് ശേഷം ഒരാഴ്ചയാണ്. ഈസ്റ്ററിന് ശേഷം അതിന് ഹേവോർ ആഴ്ച എന്ന് പറയുന്നത്. ഹേവോർ ആഴ്ച ആ ഒരാഴ്ചയാണ് ഈ വലിയ ഉത്സവം പോലെയാ സ്നാനം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആദ്യം കുഞ്ഞുങ്ങളെ മുക്കണം, പിന്നെ മുതിർന്നവരെ മുക്കണം എന്ന് എഴുതിയിരിക്കുന്നു. ഒരു കൂട്ടമായിട്ടായിരുന്നു സ്നാനം നടന്നുകൊണ്ടിരുന്നത്. വലിയ സെലിബ്രേഷൻ ആയിരുന്നു. ആ വീക്ക് ഹേവോർ ആഴ്ചയിലായിരുന്നു ഈ സ്നാനം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതാ നമ്മളിപ്പോ വായിച്ച് സഭാപിതാക്കന്മാർ എഴുതിയിരിക്കുന്ന അപ്പോസ്തലിക പാരമ്പര്യം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇത് പാപമോചനത്തിനാണെന്നുള്ള വിശ്വാസവും ഇത് ശിശുക്കൾക്കും കൊടുക്കുന്നുള്ള പ്രാക്ടീസും ആദിമ സഭ മുതലുള്ളതാണ്. അത് അപ്പോസ്തലിക പാരമ്പര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ ഈശോ പറഞ്ഞു, ഇതിലൂടെയാണ് ജനനം. എന്നിട്ട് വീണ്ടും ഞാൻ അവിടുന്ന് അടർത്തിയെടുത്തിട്ട് താഴെ കൊണ്ട് വിശദീകരിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല. അപ്പൊ പുരുഷന്റെ ഇഷ്ടത്താൽ വീണ്ടും ജനനം നടക്കത്തില്ലെന്ന് അവിടെ തന്നെ വിശദീകരിച്ച് പറയാം. അപ്പോഴാ പറയുന്നത് ഇന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും ജനിക്കാം, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ വീണ്ടും ജനിപ്പിക്കാൻ വന്നതാണ്. അപ്പം എത്രത്തോളം ഈ റിയാലിറ്റിയിൽ നിന്ന്, സത്യത്തിൽ നിന്ന് അകന്നാണ് ഈ സംഭവം നടക്കുന്നത്. ആദത്തിൽ മരിച്ചവരെല്ലാം യേശുവിൽ ജീവിപ്പിക്കപ്പെട്ടു. ആ ജീവിപ്പിക്കപ്പെട്ടവർ ആ ജീവനെ തിരിച്ചറിഞ്ഞ് ആ ജീവനിൽ തുടരുന്നതാണ് ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം. അതെ, അപ്രത്യക്ഷമായ രക്ഷയുടെ പ്രത്യക്ഷമായ അടയാളം. അതായത് സാക്രമെന്റ് ഈസ് എ വിസിബിൾ സൈൻ ഓഫ് ഇൻവിസിബിൾ ഗ്രേസ് എന്ന്. അതെ 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 അതെ. ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് ഇൻവിസിബിൾ ആയിരിക്കും, ഇൻവിസിബിളായി is freely given. അതെ അതെ, grace is freely given. അപ്പം അതെ അതെ. അല്ല, ഇതെന്താ അറിയോ, ഇതിന് രണ്ട് ബേസ് ആണ് ഞാനിത് പഠിച്ചപ്പം മനസ്സിലായത് ചോദിച്ചാൽ. ഒന്ന് എല്ലാം ഫെയ്ത്ത് ബേസ് ചെയ്ത്, മറ്റേതെല്ലാം ലവ് ബേസ് ചെയ്ത്. ദൈവം തന്റെ സ്നേഹത്തിലെല്ലാം ചെയ്യുന്നു, ദൈവം നമ്മളുടെ വിശ്വാസത്താൽ എല്ലാം ചെയ്യുന്നു. ഇതാണ് രണ്ട് സ്റ്റാൻഡ്. അത് മനസ്സിലാവുന്നു. വിശ്വാസം എന്ന് പറയുന്നത് നാശകരമാണ്. കാരണം പലർക്കും അറിയത്തില്ല വിശ്വാസം എന്നുള്ളത്. അവർ വേറൊരു ആംഗിളിലാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവർ വിശ്വസിച്ചുകൊണ്ട് അത് സംഭവിച്ചു. അപ്പൊ ഒരു ആന്ത്രോപോസെൻട്രിക് തിയോളജി, അത് മനുഷ്യ കേന്ദ്രീകൃത ദൈവശാസ്ത്രം, അത് വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ്. അതായത് ദൈവം രക്ഷിച്ചത് ദൈവം തന്റെ സ്നേഹത്തിലാണ്, എന്നാൽ അത് മാറ്റി വെച്ചിട്ട് പറയുന്നു ദൈവം രക്ഷിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്താലാണ്. മനസ്സിലായോ? ദൈവം നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞ് തിമത്തിയോസിൽ പറയുന്നത്, 2 തിമത്തിയോസില് 2 തിമത്തിയോസിൽ പറയുന്നത് സകല കാലത്തിനു മുമ്പേ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നിമിത്തം അല്ല. അപ്പം സകല കാലത്തിനു മുമ്പേ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തതാണ്. ഇവരൊരു പ്രാകൃത മതമാണ് ഈ ആളുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിച്ചിട്ട് പിന്നീട് അവർ മസിൽ പിടിച്ചിങ്ങനെ
ഞാനൊക്കെ അതാ വിശ്വസിച്ചിരുന്നത് കേട്ടോ. ഉം, 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 ഉം. ഞാനും പെന്തക്കോസ്ത് വന്നപ്പോ അങ്ങനെയാണ് വിശ്വസിച്ചോണ്ടിരുന്നത്. അത് സത്യത്തിന്റെ കാര്യത്തിലും വ്യത്യാസം ഇല്ലാതായിരിക്കും. കാരണം സെയിം ആയിരുന്നു. അല്ല, ഇതിനകത്ത് എന്തെങ്കിലും ഒരു ട്രൂത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അകത്ത് ഉറച്ചു നിൽക്കാൻ ഉദ്ദേശിച്ചു വേറെ ഉദ്ദേശത്തോടുകൂടി ഒന്നും വന്നതല്ല. നമുക്ക് രോഗസൗഖ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കടഭാരമായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കാരണത്തെ വന്നതല്ല. ബൈബിളിൽ എന്തെങ്കിലും ഒരു ട്രൂത്ത് ഉണ്ടെങ്കിൽ, ഈ ഗ്രൂപ്പ് പറയുന്നതിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉറച്ചു നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. പക്ഷെ ഒരു ട്രൂത്തും ഇല്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന ബേസിക് ദൈവവിശ്വാസം പോലും എന്താണ് റീഡിഫൈൻ ചെയ്യപ്പെടേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതെ ത്രിയേക ദൈവവിശ്വാസം പോലും അപ്പൊ അല്ലെ. ആ ഒരു അപ്പൊ അവര് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞത്. അത് വായിച്ചു തന്നു. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ പ്രവർത്തികളുടെ ഫലമായിട്ടല്ല, അവിടുന്ന് സ്വന്തം ഉദ്ദേശത്തിനായി മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പേ യേശുക്രിസ്തുവിൽ നൽകിയ കൃപാവരവും അനുസരിച്ചാണ്. അപ്പൊ അവിടെ ക്ലിയർ ആയിട്ട് പറയാ, സകല കാലത്തിന് മുമ്പേ നമ്മെ രക്ഷിച്ചു, വിശുദ്ധ വിളി കൊണ്ട് നമ്മളെ വിളിച്ചു. അതെല്ലാം ഡണ്ടിയിലാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ആണ്. അത് അങ്ങനെ ഡണ്ടില്ല. ഞാനത് ഇന്നലത്തെ ലൈവില് പറഞ്ഞിരുന്നത്. അതായത് ഈ ന്യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ പാസ്റ്റ് ആണ്. ഇന്നലത്തെ ഫുള്ള് കേൾക്കാൻ പറ്റിയില്ല. നടന്ന ഒരു കാര്യമല്ല ന്യൂസ്. ഓക്കെ, ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്നതാ, നടന്ന സംഭവം. അപ്പം ഈ ഇവിടെ വരുന്ന ഒരു ചോദ്യവും കൂടെ ഉണ്ട്. അപ്പം ശിശുസ്നാനം ഏറ്റവര് ഇനി സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് വൺ. സ്നാനം ഉണ്ടെന്ന് ബൈബിളിൽ പറയുന്നില്ലല്ലോ അല്ലെ? ഇല്ല, സ്നാനം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതല്ല. റിപ്പീറ്റ് ചെയ്താലും അത് ഇൻവാലിഡ് ആണ്. അതാണ് അതിന്റെ അതേ കാര്യം. അത് തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആരാണ്? എഫിഷ്യൻസ് 4:4 ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. വായിച്ചു. സോളാ സ്ക്രിപ്ചർ ആയതുകൊണ്ടാണ്. എഫിഷ്യൻസ് 4:4 നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചിരിക്കുന്ന പോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. സ്നാനം ഒന്നേ ഉള്ളൂ. സ്നാനം ഒന്ന്. അപ്പൊ വിശ്വാസം ഒന്നേ ഉള്ളൂ, സ്നാനം ഒന്നേ ഉള്ളൂ. അപ്പൊ രണ്ടാമതൊരു സ്നാനം എന്ന് പറയുന്നത് ഒരിക്കലും ക്രൈസ്തവര് ചെയ്യേണ്ട കാര്യമല്ല. അതൊരു തികച്ചും അക്രൈസ്തവമാണ്. അല്ലെങ്കിൽ നമ്മുടെ AK ആന്റണിയുടെ ഭാഷ പറഞ്ഞാൽ വളരെ പൈശാചികവും വളരെ മൃഗീയവുമാണ്. ഞാൻ അതൊക്കെ ഏറ്റു പറഞ്ഞു. കാരണം എത്ര കൃത്യമായിട്ട് ഈ സഭയെ സംബന്ധിച്ച് സഭ സ്നാനം നടത്തിയത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധ റൂഹ വന്നു കഴിഞ്ഞ് അവര് ഈ സുറിയാനി സഭയുടെ പാരമ്പര്യം പറയുന്നത് തിങ്കളാഴ്ച അവര് മൂറോൻ തൈലം ഉണ്ടാക്കിയെന്നും ചൊവ്വാഴ്ച അവര് ബലിപീഠം സ്ഥാപിച്ചെന്നും ബുധനാഴ്ച അവർ ദൈവമാതാവിനെ സ്നാനപ്പെടുത്തിയെന്നു. മറിയത്തിന് മാമോദിസ കൊടുക്കുന്ന ബുധനാഴ്ചയാണ്. അതുകൊണ്ടാണ് അന്ന് തൊട്ട് സഭ ബുധനാഴ്ച നോയമ്പെടുക്കുന്നത്. ഈവൻ AD 60 എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഡിഡാക്കെ. AD 60 എഴുതിയിരിക്കുന്ന ഡിഡാക്കയിൽ വരെ ബുധനാഴ്ച നോയമ്പെടുക്കുന്നത് എഴുതിയിട്ടുണ്ട്. അത് ദൈവമാതാവായ കന്യക മറിയത്തിനെ ബുധനാഴ്ച മാമോദിസ കൊടുത്തു. അത് കർത്താവിന്റെ കല്ലറയിൽ നിന്ന് എടുത്ത കർത്താവിന്റെ ഈ ശരീരത്തോട് ചേർത്ത് വെച്ച 100 റാത്തൽ സുഗന്ധദ്രവ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവരൊരു തൈലം ഉണ്ടാക്കി. അപ്പൊ അതിനകത്ത് കർത്താവിന്റെ ബ്ലഡിന്റെ അംശം ഉണ്ടായിരുന്നു. ആ തൈലമാണ് ഈ ക്രിസണിങ് ഓയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂറോൻ തൈലം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രയും ട്രഡീഷണൽ ആയിട്ട്, അത്രയും വിശുദ്ധിയില്, അത്രയും ഭക്തിയോടുകൂടെ അത് ചെയ്യുന്ന ആ മാമോദിസ കർമ്മം അത്ര പാവനമായിട്ടാണ് ചർച്ച് കാണുന്നത്. ഇപ്പൊ ചർച്ച് സ്ക്രിപ്ചറിനെ കാണുന്നത് എങ്ങനെയാ? ഈ സുറിയാനി സഭയുടെ മധുബഹായിൽ ആരും മേൽപ്പെട്ടക്കാരൻ പോലും ഇന്നിപ്പം ഇരിക്കുന്നുണ്ട് ചിലര്. പക്ഷെ പഴയ കാലത്ത് മേൽപ്പെട്ടക്കാരന് പോലും ഇരിക്കാൻ അനുവാദമില്ല, കസേര ഇല്ല. പക്ഷെ ആ മധുബഹായിൽ ഇരിപ്പിടമുള്ള ഒറ്റ സാധനം സുവിശേഷമാണ്. ഏതെങ്കിലും ഒരു കസേര വെച്ചിട്ടുണ്ട്. അതുപോലെ
തിരുമേനിമാരുടെയോ പാത്രികീസ്വാമിയുടെയോ കൽപ്പന വായിച്ചാൽ ഒരു മെഴുകുതിരി കത്തിച്ചു പിടിക്കും. പക്ഷെ സുവിശേഷം വായിക്കുമ്പോൾ 2 മെഴുകുതിരി കത്തിച്ചു പിടിക്കും. അപ്പൊ അത്രമാത്രം പ്രാധാന്യം സ്ക്രിപ്ചറിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധ കുർബാനയ്ക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു വിശുദ്ധ കുർബാന താഴെ പോയാൽ പോലും ഈ പഴയ കാലത്തെ അച്ഛന്മാർ മുട്ടുകുത്തി ഇരുന്ന് അത് നാക്കുകൊണ്ട് നക്കിയെടുക്കായിരുന്നു. അത്രമാത്രം പ്രാധാന്യം അവർ അതിന് കൊടുത്തു. പിന്നെ അപ്പൊ സ്നാനത്തിന്, അപ്പം തിരുവെഴുത്തിനാണെങ്കിലും സ്നാനത്തിനാണെങ്കിലും വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിലും എല്ലാം പവിത്രമായ സ്ഥാനം കൊടുത്ത് ആദരിച്ചിരുന്ന ഒരു സഭയിൽ നിന്ന് ഇതിനെ മുഴുവൻ വലിച്ച് വഴിയരികെ കൊണ്ടുവന്ന് എറിഞ്ഞു കളഞ്ഞു. കോഴിക്കോട് അങ്ങാടിയില് എന്റെ ഒരു പരിചയക്കാരൻ കടല മേടിച്ചപ്പം മത്തായിയുടെ സുവിശേഷത്തിലാണ് കടല കൊടുത്തത്. കാരണം ഈ ഗിദേൻസിന്റെ ബൈബിൾ അവൻ അടുക്കി വെച്ചിരിക്കുക കടലക്കാരൻ. സത്യമായിട്ടും കോഴിക്കോട് അങ്ങാടിയിൽ കോയക്ക് കടല പൊതിയാൻ വേണ്ടിയാണ് ഗിദേൻസ് ബൈബിൾ അടിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ കർത്താവിന്റെ വചനത്തെ അവഹേളിച്ചു. പിന്നെ ഭാര്യ ഭർത്താവിടെ സഭായോഗം നടത്താൻ വേണ്ടി സൺഡേ ക്ലബ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. സൺഡേ ക്ലബ്ബ് നടത്താൻ വേണ്ടി പോകുന്ന വഴിക്ക് വണ്ടി ബേക്കറിയുടെ വതക്ക് ചവിട്ടി ഒരു റൊട്ടി മേടിച്ചോ. അപ്പൊ പെട്ടെന്ന് ഒരു റൊട്ടി മേടിച്ചു. ആ റൊട്ടി കൊണ്ട് അവിടെ മുറിച്ചു വെച്ചു. ഇതാ കർത്തൃമേശ. എന്നിട്ട് ബാക്കി അവിടെ കിടക്കുക. ബാക്കി ഇവൻ തിന്നതിന്റെ ബാക്കി കോഴി കൊത്തിക്കൊണ്ട് പോവുക. അപ്പൊ ഈ തരത്തിൽ ഇതെല്ലാം അവഹേളിച്ച് വരും. അപ്പൊ ഈ എനിക്ക് അതിനകത്ത് കുറെ എക്സ്പീരിയൻസുകളുണ്ട്. ഇപ്പൊ പൊതുവെ പറയാൻ കൊള്ളില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. അത് പറയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യത്തെ ഇടിച്ചു കളഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാ തരത്തിലുള്ള പാവനത, ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാ തരത്തിലുള്ള പാരമ്പര്യങ്ങള് അതിനെല്ലാം തകർത്ത് കളഞ്ഞു. അല്ല, ഇതിന്റെ അകത്ത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് ഇപ്പം നമ്മൾ ഇവിടെ ഡിസ്കഷൻ നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് കേൾവിക്കാരായിട്ടുള്ളവര്, നിങ്ങൾ ഒരു തുടർ അന്വേഷണത്തിന് ഇതൊരു തടയിടട്ടെ, അല്ലെങ്കിൽ ഇതൊരു ആരംഭം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇത് കേട്ടിട്ട് ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. ഇതിപ്പം ഞാനും ഷിവ്ചാനും അല്ലെങ്കിൽ ഒരു വലിയ സമൂഹം, ഞാനും ഷിവ്ചാനും 2 വ്യക്തികളല്ല, ഒരു വലിയ സമൂഹം ഈ പറയുന്നതിൻ്റെ അകത്ത് സത്യമുണ്ട് എന്ന് തന്നെ വർഷങ്ങൾ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവർ. ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് മാറ്റി പറയുന്നതുകൊണ്ട് ശത്രുത സമ്പാദിക്കാൻ അതല്ലാതെ വേറെ ഒരു ഗുണം അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നില്ല. എങ്കിൽ കൂടെ ഇത് പറയുന്നതിന്റെ പിന്നിലെ ചേതോവികാരം, ഇതിനെക്കുറിച്ച് ഇനിയും ചിന്തിക്കേണ്ടിയ സമയം അതിക്രമിച്ചിരിക്കുന്നു. ദയവേദ ക്രൈസ്തവരായിട്ട് വരുന്നവർ അല്ലെങ്കിൽ ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ വിശ്വാസ കാര്യങ്ങളുമായിട്ട് റിഫോർമേഷനുമായിട്ട് വരുന്നവർ ദയവേത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുക. അതായത് പാപമോചനത്തിനായുള്ള സ്നാനം ഏതാണ്, പത്രോസ് ലീഗ പറഞ്ഞ, പൗലോസ് ലീഗ അനുഷ്ഠിച്ച, യേശു പഠിപ്പിച്ച, യേശു അനുഷ്ഠിച്ച, യോഹന്നാൻ ലീഗ കൊടുത്ത പാപമോചനത്തിനായിട്ടുള്ള സ്നാനം ഏതാണ്, അതുപോലെ തന്നെ വീണ്ടും ജനനത്തിനായുള്ള മാമോദീസ അല്ലെങ്കിൽ വീണ്ടും വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനമെന്ന് നിക്കോദിമോസിനോട് പറഞ്ഞപ്പം യേശു പറഞ്ഞ ആ വെള്ളത്താലുള്ള ജനനം ഏതാണ്, ആ നിക്കോദിമോസിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി അത് ശിശുവായിരിക്കുമ്പം സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിക്കോദിമോസ് തൊട്ടടുത്ത ഭാഗത്ത് ചോദിച്ചത്, മനുഷ്യൻ വൃദ്ധനായ ശേഷം പിന്നെയും എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ ശിശുവായിട്ട് ജനിക്കുന്നത്? അതപ്പം പ്ലാസന്റയിലുള്ള അല്ലെങ്കിൽ ഗർഭാശയത്തിലുള്ള വെള്ളത്തിന്റെ കാര്യമൊന്നും അല്ല അവിടെ വിശദീകരിച്ച് പറയും. അത് പണ്ടച്ഛൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ഈ വിശ്വാസം ഏത് സഭയാണ് കാത്തു സൂക്ഷിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനം. അതാ ട്രൂ. കാരണം ഒരു ബിബ്ലിക്കൽ ഫെയ്ത്ത് ആണ്. ബൈബിളിലുള്ള ഒരു കാര്യവും വിശ്വസിക്കുന്നതായിട്ട് കാണുന്നില്ല. അതിനെല്ലാം ഇവരുടേതായ രീതി വളച്ചൊടിക്കുക. എന്നിട്ട് പിന്നെയും അവര് ബൈബിളിന്റെ നേരവകാശികളാണെന്നും അവരാണിത് ശരിയായിട്ടുള്ള പിൻഗാമികളെന്നും അവകാശപ്പെടുക. ഇതിനകത്ത് ഒരു കാര്യം വളരെ ഉറപ്പായിട്ട് പറയാനുള്ളത്, ഈ ക്രൈസ്തവരെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഒരു വിഷയമാണ് സ്നാനം എന്ന് പറയുന്നത്. കാരണം ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ യേശു 30-ാമത്തെ വയസ്സിന് സ്നാനപ്പെട്ടു. അതുകൊണ്ട് നമ്മളത് പറയണം. അത് വലിയ വിഷയം. യേശു 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. അതുകൊണ്ട് നമ്മളും മുതിർന്നു കഴിഞ്ഞ് സ്നാനപ്പെടണം. അതാണ് ഒരു വലിയ വാദം. അതുപോലെ ബാപ്റ്റിസ്മോയും കൂടെ പറയണം, ഗ്രീക്ക് വാക്ക്. അത് പറഞ്ഞ വീടുകളിൽ ചെന്ന് ഇപ്പൊ പാവപ്പെട്ട അമ്മച്ചി പാവക്കെ അരിഞ്ഞോണ്ടിരിക്കുന്ന അമ്മച്ചിക്ക് ബാപ്റ്റിസ്മോ എന്ന് പറഞ്ഞ എന്നാന്നറിയോ? മുഴുവനായിട്ട് മുങ്ങണം അമ്മച്ചി, മുഴുവനായിട്ട് മുങ്ങണം. ബാപ്റ്റിസ്മോ യേശുവിന്റെ സ്നാനത്തിന്റെ പറ, എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ പറയാം. അല്ല, യേശുവിന്റെ സ്നാനം അത് 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. അതുകൊണ്ട്
നിങ്ങളും പൂർണ്ണമായിട്ട് മുതിർന്നു കഴിഞ്ഞ് വിൽഫുള്ളി ഇങ്ങനെ നടന്നുപോയി സ്നാനപ്പെടണം. അതാണ് ഇവരുടെ ഒരു വാദം. യേശു സ്നാനപ്പെട്ടത് എന്തിനാണെന്നുള്ള ഇതിനെ പറ്റി ധാരണയില്ല അവർക്ക്. യേശു സ്നാനപ്പെട്ടത് ക്രിസ്തീയ സ്നാനം. അതെ അതെ. ഈ ബാപ്റ്റിസ്മോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് വെച്ച് ഒരുപാട് പേരെ ഇതുപോലെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്നാനത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു, 2 വ്യൂവും കൂടെ അപഗ്രഥിച്ചു. ക്ഷമിച്ചാൽ അത് കേട്ടായിരുന്നു? ഇല്ല ഇല്ല. നമ്മുടെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അത് വ്യക്തമായിട്ട് ആ ഗ്രീക്ക് ടേം എടുത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. കാരണം അറിയാലോ, ഗ്രീക്കിന്റെ പരിമിതി അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഈ വെള്ളം കൊണ്ടുള്ള ക്രിയകൾക്കെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെയാണ് ഈ ബാപ്റ്റിസ്മോ അല്ലെങ്കിൽ ബാപ്റ്റിസ്മോ എന്ന് പറയുന്ന പദം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം വെള്ളത്തിൽ ഇറങ്ങി ഇനി തളിക്കുക, ഒഴിക്കുക, കഴുകുക, നനയ്ക്കുക, കുളിക്കുക, ഇതിനെല്ലാം മാറി മാറി ഈ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ശിഷ്യന്മാരുടെ കാല് കഴുകാൻ വെള്ളം കൊടുത്തു ഉപയോഗിച്ച സ്ഥലത്തും ബാപ്റ്റിസ്മ എന്നുള്ള ഗ്രീക്ക് ടേം യൂസ് ചെയ്തിട്ടുണ്ട്. യേശു സ്നാനപ്പെട്ടു എന്ന് പറയുന്നിടത്തും ബാപ്റ്റിസ്മ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചോണ്ട് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല ഇത് മുങ്ങലാണോ, തളിയാണോ, കുളിയാണോ. ഇനി വെള്ളത്തിൽ ഇറങ്ങിയ സ്നാനം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങിയെന്നുണ്ട്, പക്ഷെ ഒരു സ്ഥലത്ത് പോലും പുതിയ നിയമത്തിൽ വെള്ളത്തിൽ മുക്കിയെന്നോ മുങ്ങിയെന്നോ ഇല്ല. വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയെന്നും വെള്ളത്തിൽ നിന്ന് കയറിയെന്നുണ്ട്. ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഈ പ്രവൃത്തി കൊണ്ട് ഒരു കാര്യമില്ലെന്ന് പറയുന്ന ആളുകളാണ് ഈ പ്രവൃത്തിയുടെ സൂക്ഷ്മതലങ്ങളിൽ ശാഠ്യം പിടിക്കുന്നത്. കൃത്യമായിട്ട് മുങ്ങുന്നത് പ്രവൃത്തി കാര്യമില്ല താനും. സ്നാനം കൊണ്ട് പ്രയോജനമില്ല, സ്നാനം കൊണ്ട് രക്ഷയില്ല, സ്നാനത്തിന് പ്രസക്തിയില്ല, സ്നാനത്തിന് പ്രാധാന്യമില്ല. പക്ഷെ സ്നാനപ്പെടുന്നത് കറക്റ്റ് ആയിട്ട് വേണം. കാരണം അങ്ങനെ ഒരു ശാഠ്യം പിടിച്ചെങ്കിലേ ഈ അപ്പോസ്തലിക സഭകളിൽ നാളെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലല്ല, അത് ഒത്തിരി പേരെ ഇതിനകത്ത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു കാഴ്ചപ്പാട് കിട്ടിയ പിന്നെ ഞാൻ ക്രൈസ്തവർക്ക് സ്നാനം എന്ന് പറയുന്ന പരിപാടിയെ നിർത്തി വർഷങ്ങളായിട്ട്. കാരണം അതിനകത്ത് ഒരു അടിസ്ഥാനവും ഇല്ല. കാരണം അത് യാതൊരു ആധികാരികത ഇല്ലാത്ത സംഭവമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു സ്നാനം. വലിയ ഞാൻ ഇനി വലിയൊരു കാര്യം പറയാം. കഴിഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ മെയ് മാസത്തെ അതായത് ലാസ്റ്റ് മന്ത് നോർത്ത് ഇന്ത്യയില് 3500 പെന്തക്കോസ്തുകാർ ഒരുമിച്ച് കാത്തലിക് സഭ ചേർന്നു. അപ്പൊ എന്നെ അവിടുന്ന് അവര് വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഈ പെന്തക്കോസ്റ്റിൽ നിന്ന് ഇപ്പം ഈ ജോൺ ആന്റണിയുടെ ഗ്രൂപ്പ് അല്ലേ? അപ്പം അവിടുന്ന് അവരൊരു ചോദ്യം ചോദിച്ചു, ഇവരെ വീണ്ടും മാമോദിസ കൊടുക്കണോ? അപ്പൊ എന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞു അവര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. പക്ഷെ യേശുനാമക്കാരുണ്ട്, അവര് കുറച്ചുപേര് യേശുനാമത്തിലായിരിക്കും സ്നാനപ്പെട്ടത്. അപ്പൊ നിങ്ങൾ ഏത് സംഘടനയിലാണ്? അവസാനം അത് ആലോചിച്ചിട്ട് അവസാനം അവിടുത്തെ ബിഷപ്പിന്റെ തീരുമാനം അവർ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരെ പിന്നെ നമ്മൾ മുക്കണ്ട. മനസ്സിലായി? അതായത് കത്തോലിക്ക സഭ പെന്തക്കോസ്തുകാരുടെ സ്നാനത്തെ അംഗീകരിക്കുക. എന്നിട്ട് പറയാം നമുക്ക് അവർക്ക് ഈ സ്ഥൈര്യലേപനം കൊടുത്താൽ മതി. അപ്പം അവരെ ക്രിസനിങ് നടത്തുക. അപ്പൊ എന്ന് പറഞ്ഞ സ്നാനം രണ്ടാമത് നടത്തുന്നത് ഒരു പാപമാണ്. 2 ഗ്രൂപ്പ് അങ്ങനെ വന്നായിരുന്നു. ജോൺ ആന്റണിയുടെ ഗ്രൂപ്പും വന്നൊരു ബേബിച്ച് എന്ന് പറഞ്ഞ ഒരാളുടെ ഗ്രൂപ്പും അങ്ങനെ വന്നായിരുന്നു. അവരേതാണ്ട് 4000 ആൾക്കാരുണ്ടായിരുന്നു. അവരും ഈ പറഞ്ഞ തന്നെ ആയിരുന്നു തോന്നുന്നു അവരുടെ സ്റ്റാൻഡ് എന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് നമ്മള് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഇതിന് യാതൊരു തരത്തിലുള്ള വചനാടിസ്ഥാനം ഇല്ല. മനസ്സിലായി? ഇപ്പം അമൂല്യമായി യേശു പറഞ്ഞ വാക്കുകൾ പോലും മറച്ചു വെച്ചിട്ട് കോട്ടിമാട്ടി വീണ്ടും ജനനം ഇപ്പം സംഭവിക്കാം എന്ന് പറഞ്ഞ്, എന്നാൽ വീണ്ടും ജനനം സ്നാനത്തിലൂടെ ആണെന്ന് യേശു പറഞ്ഞതിനെ മുക്കിക്കളഞ്ഞ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഈ പറയുമ്പോൾ നമ്മുടെ സ്വീഡനിൽ ഉണ്ടായിരുന്ന ഉൾഫ് എക്കുമാൻ, ഈ സ്വർഗീയ വിരുന്നിന്റെ ആരംഭത്തിൽ കോട്ടയത്ത് നമ്മുടെ സ്വർഗീയ വിരുന്നിലെ ഗ്രൂപ്പുകളിലൊക്കെ വന്ന് പഠിപ്പിച്ചോണ്ട്. അതെ. അപ്പൊ ഈ ഉൾഫ് എക്കുമാൻ എന്തിന് പുള്ളിക്കാരന്റെ ഈ പ്രയർ സെല്ലും കെയർ സെല്ലും എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ. ശരി. അപ്പൊ ഈ ഉൾഫ് എക്കുമാൻ എന്തിന് കാത്തലിക് ചർച്ചിൽ പോയി? അദ്ദേഹത്തിന് പൈസ കിട്ടാൻ വേണ്ടി പോയതാണോ? ഈ സായിപ്പുമാരുടെ ലൈഫ് സ്റ്റൈൽ നമുക്കറിയാലോ, അവരൊന്നും സമ്പാദിക്കാറില്ല, അവർക്ക് പൈസയുടെ ആവശ്യമില്ല. അവരുടെ ഒരു കോൺസെപ്റ്റ് തന്നെ അങ്ങനെയാണ്.
അതെ അതെ. ഇവിടെയൊക്കെ ഈ സായിപ്പുമാരുണ്ടല്ലോ, ഈ കോടിക്കണക്കിന് രൂപ ഒക്കെ ഉണ്ടാക്കുന്ന സായിപ്പുമാരുണ്ട്, ലക്ഷക്കണക്കിന് രൂപ അവരുടെ കയ്യിലുണ്ടെങ്കിലും അവരുടെ മക്കള് പറയുന്നത് അപ്പന്റെ പൈസ മേടിക്കുന്ന നാണക്കേടായിട്ട് അവര് കാണുന്നത്, അവർ മേടിക്കാറില്ല. എന്നിട്ട് ഇവസാനം ഇവര് ചാരിറ്റി കൊടുക്കാണ്. ഇവര് പിന്നെ അവരുടെ കോൺസെപ്റ്റ് അങ്ങനെ, അവനവൻ അധ്വാനിക്കാൻ ജീവിക്കുക. അപ്പൊ ഒരിക്കലും ഉൾഫക്കുമാർ ഒരിക്കലും പൈസക്ക് വേണ്ടി പോയതല്ല. പ്രത്യേകിച്ച് ഒരു 4000 ആളുകൾ അറ്റൻഡ് ചെയ്ത ഒരു ചർച്ച് സ്വീഡനിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അല്ല, അദ്ദേഹത്തിന് ലോകവ്യാപകമായിട്ട് തന്നെ ഏതാണ്ട് 3 ലക്ഷം ലീഡേഴ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ. 3 lakh ലീഡേഴ്സ് അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കുറെ ബുക്സ് വായിച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കാരനാണ് ഈ ശരിക്കും പറഞ്ഞ ഈ പ്രയർ സെല്ല്, കെയർ സെല്ല് ആ കൺസെപ്റ്റിന്റെ ഏറ്റവും വിജയകരമായ എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം നടത്തി. പുള്ളി അതിന്റെ തന്നെ പഠിപ്പീരിയഡ് പഠിപ്പിക്കാൻ വേണ്ടി വരുമായിരുന്നു. അതെ അതെ, ഞാനും വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബുക്ക്. അപ്പൊ അദ്ദേഹം കാത്തോലിസിസത്തിലേക്ക് പോയത് എന്തിന്? അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ട്രൂ ചർച്ച് ഇതാണ്. അതുപോലെ ഈ ട്രൂ സ്പിരിച്വാലിറ്റി എന്ന പുസ്തകം എഴുതിയ ആളുണ്ട്, ട്രൂ സ്പിരിച്വാലിറ്റി, ഫ്രാൻസിസ് ഷോഫർ. അദ്ദേഹമാണ് ഈ സ്വിറ്റ്സർലൻഡിൽ ലാ അബ്രി ആശ്രമം ഒക്കെ ഉണ്ടാക്കി. ഫ്രാൻസിസ് ഷോഫർ അദ്ദേഹം ആ മലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്ന് ട്രൂ സ്പിരിച്വാലിറ്റി, അദ്ദേഹത്തിന്റെ ബുക്കുണ്ട്, 5 വോളിയം ബുക്കാണ്. പ്രേക്ഷകരെല്ലാം ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു ബുക്കുണ്ട്, നിങ്ങൾക്ക് കിട്ടുമോ. ആ മനുഷ്യൻ മരിക്കാൻ സമയത്ത് മകനോട് പറഞ്ഞു ഓർത്തഡോക്സിയാണ് കറക്റ്റ് വിശ്വാസം. പക്ഷെ പുള്ളി പ്രൊട്ടസ്റ്റന്റ് ആയിട്ട് പുള്ളി അങ്ങനെ തന്നെ, പുള്ളി പ്രസ്ബിറ്റേറിയനായിട്ട് തന്നെ മരിച്ചു. പക്ഷെ മകൻ എന്ത് ചെയ്തു? മകൻ ഓർത്തഡോക്സിലേക്ക് വന്നു. ഇപ്പം ഫ്രാൻസിസ് ഷോവറിന്റെ മകൻ ഓർത്തഡോക്സിലാണ്. അടുത്തത് ബൈബിൾ ആൻസറിംഗ് മാൻ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായിരിക്കുന്ന വേദപണ്ഡിതൻ. ഏകദേശം 10-30 റേഡിയോ നിലയത്തിൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് വിത്തൗട്ട് ഓപ്പണിംഗ് ബൈബിൾ ഫോണിൽ കൂടെ ചോദിക്കുന്ന ചോദ്യത്തിന് തത്സമയം മറുപടി കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ചു. കാരണം ഇവരെല്ലാം ഹൃദയപൂർവ്വം സത്യം സംസാരിക്കാനും എന്ന് പറഞ്ഞാൽ കാപ്പട്യം മാറ്റിയിട്ട് ദൈവത്തോട് മുഖാമുഖം നിന്ന്, തിരുവെഴുത്തിനോട് മുഖാമുഖം നിന്ന്, ചരിത്രത്തോട് വഞ്ചന കാണിക്കാതെ, അപ്പൊ ചരിത്രത്തെയും ദൈവത്തെയും തിരുവെഴുത്തിനെയും ഒരുമിച്ച് നിർത്തിയിട്ട് സത്യസന്ധമായി സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റിനിസം ഒരു വലിയ വഞ്ചനയാണെന്നും ഇവര് പറയുന്ന സ്നാനം തെറ്റാണെന്നും പറഞ്ഞേ മതിയാവും. അല്ല, ഇത് നമ്മൾ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിലുപരിയായിട്ട് ആൾക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കട്ടെ, തുടർ പഠനങ്ങൾക്ക് വിധേയമാകട്ടെ. ഇപ്പം ശിവചാൻ പറയുന്നതുകൊണ്ടോ സജിത്ത് പറയുന്നതുകൊണ്ടോ അല്ല, ഇത് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു, ഇതിപ്പോ ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു സംഭവം അല്ല ഇതിനകത്ത്. ഇത് നമ്മള് അത് അന്വേഷിച്ചു പോയവര് തന്നെയാണ്. അതിന്റെ പുറകെ തന്നെ എന്താ പറയണ്ടേ, ഇവിടെ ഒരാൾ ഹാനെഗ്രാഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരാൾ ബൈബിൾ ആൻസറിംഗ് എന്റെ പേര് മെസ്സേജ് ചോദിച്ചു. ഹാനെഗ്രാഫ്, നിങ്ങൾ അതെല്ലാം സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പെട്ടെന്നൊരു അല്ല, ഉൾഫക്മാന്റെ ഇത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തെ കൂടുതലായിട്ട് ആധികാരികമായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കാത്തലിക് ആൻസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അകത്ത് സ്റ്റിം സ്റ്റേപ്പിൾസ് എന്ന് പറയുന്ന ആളുടെ ടീച്ചിങ്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. കാത്തലിക് ആൻസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനല്, അത് വെബ്സൈറ്റും ഉണ്ട്. അത് ദയവ് ചെയ്ത് അത് പഠിക്കാൻ താല്പര്യമുള്ളവർ അതിൽ പഠിക്കുക. ഒത്തിരി ബാഡ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ, നിങ്ങളത് എങ്ങനെ കാണുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതല്ല ഇതിന്റെ പിന്നിലെ ഉദ്ദേശം. ഈ സംസാരത്തിന്റെ പിന്നിലെ ഉദ്ദേശം ഞങ്ങളെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം, അവർ മാത്രം അറിയട്ടെ, അതല്ലാതെ വേറെ ഒന്നും ഇതിന്റെ അകത്ത് കാര്യം. ഇത് അറിയാം, അതായത് ദൈവം ഒരാളെ ചൂസ് ചെയ്തു. ഇപ്പൊ ഏബ്രഹാമിനെ ചൂസ് ചെയ്തു. ഏബ്രഹാമിനെ ചൂസ് ചെയ്തിട്ട് പറഞ്ഞ് നിന്നാൽ ഞാൻ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ പോവാണ്. അപ്പൊ പിന്നീട് അബ്രഹാമിന്റെ ജീവിതം പെർഫെക്റ്റ് ഒന്നും അല്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ പല പാളിച്ചകളും പാകപ്പിഴവുകളും പെശകുകളും പരാജയങ്ങളും പിന്മാറ്റങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ ഒരു സമയത്ത് പോലും ദൈവം അബ്രഹാമിന്റെ ആ വിളിയെ കുറിച്ച് അനുദപിച്ചില്ല, അബ്രഹാമിനെ തള്ളിക്കളഞ്ഞില്ല. അപ്പൊ ഈ കാത്തലിക് ചർച്ചിന് പല കുഴപ്പങ്ങളും പിഴവുകളും പരാജയങ്ങളും വന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുദപിച്ചിട്ട് വേറൊരുത്തിനെ ആ സ്ഥാനത്താക്കുന്നില്ല. അല്ല, ഇത് ഈ തെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മൾ അതിന്റെ പല പെർസ്പെക്റ്റീവുകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് സഭ അന്ന് ആ സമയത്തിൽ അങ്ങനെ ഒരു നിലപാട് കൈക്കൊണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചർച്ച അങ്ങനെ എടുക്കേണ്ടി വന്നു. ഞാനിപ്പോ ഈ വളരെ അടുത്ത നാളുകളിലാണ് ഈ കാത്തലിക് തിയോളജി പഠിക്കാനായിട്ട് തുടങ്ങി. ഈവൻ ദോ ഞാൻ കാത്തലിക് ആയിട്ട് ജനിച്ച്
മാമോദിസ സ്വീകരിച്ച് കാത്തലിക് പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണെങ്കിലും ഞാൻ നല്ല പ്രായത്തിലെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയ ഇതായിരുന്നു. അപ്പം പ്രൊട്ടസ്റ്റന്റ് സെമിനാരി പഠിച്ച് പ്രൊട്ടസ്റ്റന്റ് തിയോളജി എന്നാണെന്ന് മനസ്സിലാക്കി വർഷങ്ങള് നമ്മൾ അതിനകത്ത് ചലിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വളരെ യാദർശ്യമായിട്ടാണ് ചില വാക്യങ്ങള് വ്യാഖ്യാനിക്കുന്നതിലുള്ള പിഴവുകൾ കണ്ടെത്തുന്നതും അങ്ങനെയാണ് ശരിക്കും പഠനം ആരംഭിക്കുന്നത്. അപ്പൊ ആ പഠനം ആരംഭിച്ചപ്പോഴാണ് ഈ ദൈവശാസ്ത്രത്തിന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാകുന്നത്. അപ്പൊ എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പം വെർജിൻ, പെർപെച്വൽ വെർജിനിറ്റി ഓഫ് മദർ മേരി, ഐഡൽ വർഷിപ്പ്, ദർ ആർ സോ മെനി ക്വസ്റ്റ്യൻസ്. എനിക്ക് തന്നെ 77 കാര്യങ്ങളെങ്ങാണ്ട് എനിക്ക് ആൻസർ ഇല്ലാത്ത ഉണ്ടായിരുന്നു പഠനം തുടങ്ങിയപ്പോൾ. പക്ഷെ ഇന്ന് സംസാരിക്കുമ്പം 100% ഞാൻ എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം അത് ഈസി ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്ന. ഞാൻ സ്റ്റക്ക് ആയത് എവിടെയാണെന്നറിയോ? ഞാൻ സ്റ്റക്ക് ആയത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. എനിക്കിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസംഗം ഉണ്ടാക്കാനൊന്നും അല്ല, നമ്മളിങ്ങനെ ബൈബിൾ വായിച്ച് ഇങ്ങനെ പിന്നെ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ ഈ യോഹന്നാന്റെ സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുന്ന 20-ാം അധ്യായത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു ഇടിമിന്നല്. അവിടെ പറയാണ്, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങളെ മോചിച്ചാൽ അത് മോചിക്കപ്പെട്ടിരിക്കും. അത് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിനെന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെയെങ്കിലും പാപം മോചിക്കപ്പെടുന്നുവെങ്കിൽ അത് മോചിക്കപ്പെട്ടിരിക്കും. അപ്പൊ അത് ഈ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പ്രേയറിനകത്തുണ്ട്. തന്റെ സ്ലീഹന്മാർക്ക് ത്രിവിധമായി പരിശുദ്ധാത്മാവിനെ നൽകിയെന്നൊരു വായനക്കകത്തുണ്ട്. ത്രിവിധമായി, അതായത് 20-ാം അധ്യായത്തിൽ കൊടുത്തു, അപ്പോസ്തലപ്രവൃത്തി 2-ൽ കൊടുത്തു, പിന്നെ അപ്പോസ്തലപ്രവൃത്തി 4-ൽ കൊടുത്തു. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങളെ, അത് പൗരോഹിത്യം കൈമാറിയത് അവിടെ, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങളെ, പൗരോഹിത്യം പറഞ്ഞാൽ പാപമോചനായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പൊ പാപങ്ങളുടെ മോചനാണ് പൗരോഹിത്യം. അപ്പൊ കുമ്പസാരത്തിൽ എങ്ങനെയാ പാപമോചനം നടക്കുന്നത്? പാപം മോചിക്കാൻ ആരും അധികാരം കൊടുത്തേ? യേശു തന്നെത്താൻ ഊതി പാപമോചനം ഇതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മള് ഇന്നിപ്പം മാമോദിസയുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അക്രൈസ്തവരായിട്ടുള്ള ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോടായിട്ട് പറയട്ടെ, ഈശോയുടെ ഏറ്റവും ദിവ്യമായ കൽപ്പനയാണ് കുദാശകളിൽ ഒന്നാമത്തെ മാമോദിസ എന്ന് പറയുന്നത്. യേശു പഠിപ്പിച്ചതും യേശു മാതൃ കാണിച്ചു തന്നതും സ്ലീഹന്മാർ പഠിപ്പിച്ചതും ആദിമസഭ മാതൃ കാണിച്ചു തന്നതുമായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള മാമോദിസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം. ആ ജ്ഞാനസ്നാനത്തിലൂടെ സംഭവിക്കുന്ന 6 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിക്കോദിമോസിനോട് യേശു പറയുന്ന വീണ്ടും ജനനം, വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം. അതുപോലെ തന്നെ രണ്ടാമത് പ്രധാനപ്പെട്ടതാണ് പാപമോചനത്തിനായുള്ള മാമോദിസ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും പരിപാവനമായ പ്രാധാന്യം മനസ്സിലാക്കി വേണം ഇനിയും ശുച ഈ മാമോദിസയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പ്രാധാന്യം, എന്തുകൊണ്ട് മാമോദിസ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ നടത്തപ്പെടണം എന്നുള്ളതിന്റെ പ്രാധാന്യം, ഇതെല്ലാം കൂടെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ലൈക്ക് എന്തുകൊണ്ടാണ് മാമോദിസ അങ്ങനെ ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പരിപാവനമായ സ്ഥിതിയിൽ വെച്ച് നടത്തപ്പെടേണ്ടി വരുന്നത്? അതിനകത്ത് ഇപ്പൊ ഈ നേരത്തെ പെന്തക്കോസ്തിലെ ആളുകൾ ശടിച്ചോണ്ടിരുന്ന ഒഴുക്കുള്ള വെള്ളത്തിൽ വേണം എന്ന് വെച്ചിട്ട് പലപ്പോഴും ഇവർ അഴുക്കുള്ള വെള്ളത്തിലാ മുക്കിക്കൊണ്ടിരുന്നുള്ളൂ. വേറൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇങ്ങനെ ഈ മുക്കി. പക്ഷെ ഇപ്പൊ പെന്തക്കോസ് പള്ളികളിലെല്ലാം നോക്കി കഴിഞ്ഞാൽ സ്റ്റേജിനോട് ചേർന്ന് ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കിയിരിക്കുക. പള്ളിക്കകത്ത് തന്നെയായി. അപ്പൊ 100 കൊല്ലമായപ്പോ ഇവർക്ക് മാമോദിസ തൊട്ടിയായി. അപ്പം 2000 കൊല്ലം ആയതിനെ കുറ്റം പറയുക. അപ്പൊ 100 കൊല്ലം ആയപ്പോൾ തന്നെ ഇവർക്ക് മാമോദിസ തൊട്ടിയായി. ഇപ്പൊ എല്ലാവരും തൊട്ടിയിലായി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ആളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് സഭയിൽ നിന്ന് ആളുകളെ അടർത്തി ഇവരൊരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് യാതൊരു കാര്യമില്ല. ചർച്ച് എല്ലാത്തിനെയും ഹോളി ആയിട്ട് കാണുന്നു. കർത്താവിന്റെ സാക്രമെന്റ്സ് അത് എത്രയും യോഗ്യവും എത്രയും മാന്യവുമായിട്ട് നടത്താവോ അത്രയും മാന്യമായിട്ട് നടത്തുന്നു. ഒരു തുള്ളി മാമോദിസ വെള്ളം പോലും താഴെ വീഴാതെ പരിപാവനമായിട്ട് സൂക്ഷിക്കുന്ന രീതിയാണല്ലോ സഭയ്ക്കുള്ള. പള്ളിയുടെ മധുബഹായ്ക്ക് അകത്തൊരു കുഴി ഉണ്ടാക്കി അതിനകത്താ ഇതുകൊണ്ട് ഒഴിക്കുന്നത്. വേറെ ആരും ഇത് ചവിട്ടുക പോലും ചെയ്യാതിരിക്കാൻ അത്രമാത്രം അവര് ശ്രദ്ധിക്കുന്നുണ്ട്. ചൂടും തണുപ്പും അല്ലെ മിക്സ് ഇടകലർന്ന ചൂട് തണുപ്പുള്ള വെള്ളം മിക്സ് ചെയ്താണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ടപ്പം അവിടെ വെള്ളം തിളച്ചെന്നാണ് പറയുന്നത്. വെള്ളം തിളച്ചു, ഒരു തീ വന്ന് വീണിട്ട് അവിടെ വെള്ളം തിളച്ചു.
അപ്പൊ ആ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. കാരണം പിന്നെ ആദാം കൈപ്പത്തി വെച്ച ഒരു കല്ല് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ പഴയ സ്നാനത്തിന്റെ പിക്ചർ നോക്ക് പറയും, യേശു ആ കല്ലേ കയറി നിൽക്കുന്ന ഒരു പടമുണ്ട്. അതായത് ഈ ആദാമ് ഈ പിന്നെ യേശുവിന്റെ സ്നാനം സുറിയാനി സഭ ആഘോഷിക്കുന്ന ദനഹ പെരുന്നാൾ എന്ന് പറഞ്ഞൊരു പെരുന്നാൾ തന്നെയാണ്. അപ്പൊ ആ പെരുന്നാളിനുള്ള പാട്ടും പ്രാർത്ഥനയും എല്ലാം പ്രത്യേകമായിട്ടുണ്ട്. അപ്പൊ യേശുവിന്റെ സ്നാനം ഒന്നും അത്ര നിസ്സാര കാര്യമില്ല. അപ്പൊ യേശുവിന്റെ സ്നാനത്തിൽ ആദാമിനെ ആ ഏദനിൽ നിന്ന് പുറത്താക്കി അന്ന് രാത്രി വലിയ ഇരുട്ട് വന്നപ്പോ ആദാം ഭയന്നു. അപ്പം വെളിച്ചവുമായിട്ട് സാത്താൻ വെളിച്ചതൂതിനായിട്ട് ചെന്നിട്ട് അപ്പൊ ആദാമിന് ഭയങ്കര ആശ്വാസമായി. കാരണം ഏതിനകത്ത് വെളിച്ചം ഉണ്ടായിരുന്നു, പുറത്ത് വെളിച്ചമില്ല. അപ്പൊ ഈ ആദ്യത്തെ അന്ധകാരത്തിൽ പേടി വന്ന ആദാമിനോട് സാത്താൻ പറഞ്ഞു, നീ നിന്റെ സന്തതികൾ മുഴുവൻ എനിക്ക് അടിമകളായിട്ടിരിക്കണം. അതിന് കല്ലേൽ കരാർ വെച്ചു. എന്നിട്ട് ഈ കല്ലേൽ ഇങ്ങനെ ആദാമിന്റെ കൈപ്പത്തി വെച്ച് ഉടമ്പടി ജയിച്ചു. ആ ഉടമ്പടി ജയിച്ചു കഴിഞ്ഞപ്പോ നിനക്ക് നിന്റെ സന്തതിക്ക് ഞാൻ വെളിച്ചമായിരുന്നോളാന്ന് സാത്താൻ പറഞ്ഞിട്ട് അങ്ങനെ ആദാമിനെ കൊണ്ട് ഉടമ്പടി വെപ്പിച്ചു. ഈ ഉടമ്പടി വെച്ച കല്ലാണ് യേശു സ്നാനപ്പെട്ട സ്ഥലത്ത് യോർദാനിൽ കടന്നു. ആ കല്ലേൽ കയറി യേശു നിൽക്കുമ്പോ ആ കല്ല് കത്തി ഉരുകി പോവാ. അവിടെയാണ് ഈ ഉടമ്പടി മാറിപ്പോണത്. അതായത് സാത്താനുമായിട്ട് ഓൾറെഡി മനുഷ്യർക്ക് ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു പഴം തിന്ന കേസിലല്ല ഈ ശിക്ഷ വന്നത്. എല്ലാരും ചോദിക്കുന്നുണ്ട്, ഒരു ബനാന തിന്ന ഇത്രയും, ഒരു ബനാന തിന്നല്ല. അല്ല, പഴമൊക്കെ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. പഴം ഉൽപ്പത്തി 12 വരെയുള്ള അധ്യായം നമ്മൾ വിശദീകരിച്ച് ലൈവ് ചെയ്യേണ്ടിയിരിക്കുന്നു, ചെയ്യണം. അപ്പൊ സാത്താനുമായിട്ട് ഇത്ര വ്യക്തമായ ഉടമ്പടി വെച്ചിട്ടുണ്ട്. ആ ഉടമ്പടി വെച്ച കല്ല് ഈ യോർദാനിൽ വെച്ച് ഉരുകി മാറി. അതുകൊണ്ടാണ് അവിടെ വെള്ളം തിളച്ചത്. അതുകൊണ്ടാണ് ഈ ചൂടുവെള്ളവും തണുത്തവെള്ളവും മിക്സ് ചെയ്തിട്ട് ഈ മാമോസ് നടത്തുന്നത്. അതൊക്കെ അതിന്റെ ആ പാരമ്പര്യത്തിൽ വരുന്ന കാര്യം. ഓക്കെ, അപ്പം പ്രധാന കാര്യങ്ങൾ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നല്ലേ? പ്രധാന കാര്യങ്ങൾ ടച്ച് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമല്ലോ, ആളുകൾക്ക് സംശയങ്ങൾ. പിന്നെ ഞങ്ങൾ കണ്ണൂർ മലബാർ മീറ്റിംഗിന് വന്നിരിക്കുക. ഇന്നിപ്പം നാളെ കണ്ണൂർ മീറ്റിംഗാണ്. ഇന്നത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? ഈ പറഞ്ഞ വിവര സാങ്കേതിക വിദ്യ വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് പഴയ പോലെ ഉപദേശിമാർക്ക് ആളുകളെ കളിപ്പിക്കാൻ പറ്റത്തില്ല. അല്ലല്ല, ഇപ്പൊ ഒത്തിരി ട്രൂത്ത് സീക്കേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേര് നിസ്വാർത്ഥം. ഇപ്പം ഇതിലൂടെ ഷിംഷാൻ പറഞ്ഞ നാല് കാറ്റഗറി ഉള്ള വലിയൊരു സമൂഹം എഴുന്നേക്കുന്നുണ്ട്. ലൈക്ക് നട്ടല് ഏതൊക്കെയായിരുന്നു? നട്ടല് പണയം വെക്കാത്തവർ അല്ലല്ല, ഈ വർക്ക് ചെയ്യുന്ന ഒരു തലച്ചോറും വളയാത്ത നട്ടല്ലും, പിന്നെ ഇത് ഉപജീവന മാർഗം ആക്കാത്തവരും, പിന്നെ ലോത്തിന്റെ ഭാര്യയെ പോലെയുള്ള ഒരു ഭാര്യ ഇല്ലാത്തവരും, അങ്ങനെ 4 പേര്. ലോത്തിന്റെ ഭാര്യയെ പോലെ ലോത്തിന്റെ ഭാര്യ പറഞ്ഞത് പോകണ്ടെന്നാ പറഞ്ഞു. ചുമ്മാ പറയുന്നത്, ഇവിടെ അങ്ങനെ നിന്നാ മതി. അല്ല, ഇത് സത്യാന്വേഷണത്തിന്റെ ഒരു യാത്രയാണ്. അതില് കൂടുതൽ സത്യാന്വേഷണം ഉണ്ടാകട്ടെ. ശിവജി, നമുക്ക് ഒരു വാക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പം 550 ആൾക്കാർ ലൈവായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കൊരു ഷോർട്ട് വീഡിയോ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഈ ഇങ്ങനെ ഡോക്ടറിനൽ സബ്ജക്ട്സ് അല്ലാത്തത് ലൈവ് ചെയ്യുമ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ പ്രയർ റിക്വസ്റ്റ് ആയിട്ട് ഈ പേജിൽ, എനിക്ക് 100,000-ലധികം ഫോളോവേഴ്സ് ഈ പേജിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ പേജില് ഒരുപാട് പേര് ഇങ്ങനെ പ്രാർത്ഥനാപേക്ഷകളായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് അതിൽ ഏറ്റവും കൂടുതൽ ഇതിനിടയിൽ ഇൻ ബിറ്റ്വീൻ പ്രാർത്ഥനാപേക്ഷ നടത്തിയവര് എക്സാമിനേഷനും അതുപോലെ ഹോസ്പിറ്റൽ കേസുകളും ഒക്കെയാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ചോദിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് ഈ ലൈവില് ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്ന ഈ 500 പേരെയും തൃക്കരങ്ങളിൽ സംരക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മുമ്പിൽ കണ്ടിട്ടില്ലാത്തവര്, കേട്ടിട്ടില്ലാത്തവര്, ഞങ്ങൾക്ക് ഇന്നിങ്ങനെ ഈ വിഷയങ്ങൾ സംസാരിക്കാൻ ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധനായ ദൈവത്തിന്റെ ആ നിത്യമായ സത്യവചനത്തിന്റെ ആഴം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ബെരോബയിലെ വിശ്വാസികളെ പോലെ അങ്ങനെ തന്നെയോ എന്ന് വീണ്ടും പരിശോധിക്കുവാനായിട്ട്, ഇതൊരു തുടർ പഠനത്തിന് മുഖാന്തരമായിട്ട്, ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്തൊന്നും ഇല്ല എന്ന മിസ്റ്റേക്ക് വന്ന് ഞങ്ങൾ ഈ മഹാസത്യം അറിയാതെ പോകരുത് കർത്താവ്. അപ്പം ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് പോയി ചിന്തിക്കുവാൻ വേണ്ടി ഈ വചന കേൾവി ഒരു മുഖാന്തരമായി തീരട്ടെ. ഇന്നത്തെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട 2 പോയിന്റുകൾ കർത്താവ് അവിടുത്തെ നിക്കോദിമോസിനോട് അവിടുന്ന് സംസാരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, വെള്ളത്താലുള്ള ജനനം, വെള്ളത്താലുള്ള ജനനവും ആദാമ്യ പാപത്തിന്റെ മോചനവും, ജന്മപാപ
കർമ്മപാപ മോചന കർമ്മമായ സ്നാനം എന്ന ഏറ്റവും പരിപാവനമായ മാമോദീസ എന്ന സഭയുടെ ആഴമായ പഠിപ്പീര് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വീണ്ടും പ്രകാശിപ്പിക്കുന്നതിനായിട്ട് നന്ദി. ശിവശാനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ തലമുറയിൽ നിന്റെ മകനെ ഈ സത്യവുമായിട്ട് എഴുന്നേൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പതിനായിരങ്ങളല്ല ലക്ഷങ്ങൾ ഈ സത്യങ്ങളിലേക്ക് എത്താതിരുന്നേനെ. എന്നാൽ ഇന്ന് വലിയ സ്വാധീനമായിട്ട് തന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഈ ഞങ്ങൾ ഈ സംസാരിക്കുന്ന വാക്കുകളിൽ മാനുഷികതയിൽ ഞങ്ങൾക്ക് വരുന്ന ഇമോഷൻസിന്റെ പേരിൽ ഏതെങ്കിലും ഹൃദയങ്ങൾ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടിയും ഈ സമയത്ത് മധ്യസ്ഥ അണയ്ക്കുന്നു. സർവശക്തനായ ദൈവമേ, അവിടുത്തെ കനാശ്വാസം എല്ലാ ഹൃദയങ്ങളിലും പകരപ്പെടുമാറാകട്ടെ. സത്യത്തിന്റെ പരിജ്ഞാനം എല്ലാ ഹൃദയങ്ങളിലും ആഴമായി പതിയുമാറാകട്ടെ. 2000 വർഷമായിട്ട് ചോരയും നീരും കൊടുത്ത് രക്തസാക്ഷികള് ജീവൻ കൊടുത്ത് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ആ സഭയുടെ ശിഥിലതയ്ക്ക്, ആ സഭയുടെ യഥാർത്ഥ സഭയുടെ തകർച്ചയ്ക്ക് ഏതെങ്കിലും കാരണവശാൽ ഞങ്ങളോ ഞങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങളോ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിരുപാധികം ഞങ്ങളോട് ക്ഷമിക്കുകയും അങ്ങയുടെ ധാരാളമായ കൃപ ഞങ്ങളുടെ മേൽ വീണ്ടും പകരുകയും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ ഞങ്ങളെ നടത്തുകയും ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ സ്നേഹത്തിനായിട്ട് നന്ദി. യേശുവെ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ശിവശ, അപ്പം ടേക്ക് കെയർ. പാട്ടില്ലേ, ഒരു പാട്ടിട്ട് അവസാനിപ്പിക്കും മനുഷ്യൻ. എന്തുവാ? ഒരു സെക്കൻഡ് നമുക്ക് പാട്ട് വെക്കാം. മാമോദിസയുടെ പാട്ട് തന്നെ വെച്ചേക്കാം. നിങ്ങൾ പാട്ടില്ലാതെ ലൈവ് എന്ന് പറയുമ്പോ ഒരു സുഖമില്ല. താങ്ക് യു ഓൾ. നിങ്ങൾ എല്ലാവരും ഞാൻ കാണുന്നു. പ്രവീൺ, ഡേവിഡ്, ടിന, ബെഞ്ചമിൻ, താങ്ക് യു ഓൾ. രേഷ്മ പി സണ്ണി, ജിബുമോണി, രാജൻ പടിക്കൽ, സിൽജിലി, സുനിൽ, എലിസബത്ത് സണ്ണി, താങ്ക് യു ഓൾ. യോഹന്നാൻ, കാൽമുട്ടിന് പെയിൻ ആയിട്ട് യോഹന്നാൻ ഭാരപ്പെടുന്നു. ശിവശോൻ സ്വാഗതം ചെയ്തു. ബെന്നി ജോൺ, ബെസ്റ്റ് ഡിസ്കഷൻ. താങ്ക് യു ബെന്നി ജോൺ ഫോർ സ്പെൻഡിങ് യുവർ പ്രഷ്യസ് ടൈം. രാജു തോമസ്, മെർസി ജെയിംസ്, ദിഷ അജി, ബിന്ദു വീട്ടുകാട്, സാജൻ, താങ്ക് യു ഓൾ. ആൽബർട്ട് ക്രിസ്റ്റഫർ ദാസ്, മധുരയിലെ പ്രൊഫസറാണ്. ആൽബർട്ട് ക്രിസ്റ്റഫർ സാർ അമേരിക്കൻ കോളേജിൽ പ്രൊഫസറാണ്. എലിസബത്ത് ജോൺ, ആനന്ദ് പി സി, ദീപാസിനോ, ജോൺ ലോറൻസ്, ഗ്രേറ്റ് അപ്പോസ്റ്റൽ, ചാക്കോ തോമസ് അബുദാബിയിൽ നിന്ന് എക്സലന്റ് മെസ്സേജ്. താങ്ക് യു. സുകേഷ് കുമാർ, സിജു മാത്യു, ബിന്ദു എ മാത്യു, ലവ് ദിസ് സോങ്. പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, പാട്ട് പ്ലേ ചെയ്. ദീവ ബിജു, ബിനു തടത്തിൽ കോര, ബിനു ബേബി, താങ്ക് യു ഓൾ. പാട്ട് ഓളിയ ബലമോടൊരു മാമോദീസായിൽ നിന്നും നീ കയറി